ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, യുവാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ, കേരളത്തിൽ എല്ലാ യൂണിറ്റുകളിലും SOSന്റെ കീഴിൽ ആദർശ സമ്മേളനം സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ ഉദ്ഘാടന പരിപാടിയാണിത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു തആല നമുക്കും നമ്മെ ശ്രദ്ധിക്കുന്നവർക്കും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകൾക്ക് മുഴുവനും ദുനിയാവും ആഖിറവും വിജയിക്കാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളായി നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു ജല്ല ജലാലുഹു അല്ലാഹുവിൻ്റെ അടിമകളാണ് നമ്മളെല്ലാവരും. റോട്ടുമ്മൽ നിൽക്കുന്ന ആളുകളൊക്കെ ഇവിടെ ഇങ്ങോട്ട് വന്ന ഒറ്റ കസേര അടക്കം ഒഴിവുണ്ട്, അവിടെ ഇരിക്കാൻ പറ്റും. ഇനി വരുന്ന കസേര ഇവിടെ ഇടുക. സംഘാടകർ എല്ലാവരും നിന്ന് വയല് വെക്കുക. ഒരു സംഘാടകനും പരസ്പരം സംസാരിക്കാൻ പാടില്ല. എല്ലാവരും നിന്ന് പ്രസംഗം കേൾക്കുക. ആരും പരസ്പരം സംസാരിക്കുന്നത് കാണാൻ പാടില്ല. അല്ലാഹു ജല്ല ജലാലുഹു അവൻ്റെ അനുഗ്രഹം അനുഭവിച്ചുകൊണ്ട് അവൻ്റെ ഭൂമിയിൽ അവൻ തന്ന എല്ലാ നിഅമത്തുകളും ആസ്വദിച്ച് ജീവിക്കുന്നവരാണ് മനുഷ്യരായ നാം. നമ്മെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലാഹുവിനെ അറിയാനും അവന് ഇബാദത്ത് ചെയ്യാനും ആരാധന നടത്താനുമാണ്. അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ട നാം ഈ ഭൂമിയിൽ ബിസിനസ്സുകളും ജോലികളും കൃഷികളും പഠനങ്ങളും അധ്യാപനങ്ങളും യാത്രകളും അങ്ങനെ പലതുമായി നീങ്ങുന്നു. കാരണം അല്ലാഹുവിനെ അനുസരിച്ച് ഇബാദത്ത് ചെയ്ത് ഇവിടെ ജീവിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഭക്ഷണം വേണം, വെള്ളം വേണം, അതുപോലെ ധാരാളം കാര്യങ്ങൾ, വസ്ത്രം വേണം, ഇരിപ്പിടം വേണം, താമസ സ്ഥലം വേണം, അങ്ങനെ പലതും വേണം. എല്ലാവരും ഇങ്ങോട്ട് നോക്കുക. പ്രസംഗം കേൾക്കുമ്പോൾ റോഡുകളിലാരും തിരിഞ്ഞു നോക്കായിരിക്കും. ഒരാളൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പാത്രം തിരിച്ചു പിടിക്കാൻ പാടില്ല, നേരെ പിടിച്ചു കൊടുക്കും. അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് നമ്മൾ അവൻ നമുക്ക് അനുവദിച്ച ജോലികളും ബിസിനസ്സുകളും മറ്റ് പല കാര്യങ്ങളും നിർവഹിക്കുന്നത് ഇവിടെ ജീവിക്കാൻ വേണ്ടിയാണ്. ഇവിടെ ജീവിക്കുന്നതോ അല്ലാഹുവിനെ അനുസരിച്ച് അവന് വഴങ്ങി, അവന് വണങ്ങി, അവൻ്റെ മേൽ സർവസ്വവും ഏൽപ്പിച്ച് അവൻ്റെ ഒരു പരിപൂർണ അടിമയായി ജീവിക്കാൻ വേണ്ടിയാണ്. അതാണ് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ലോകത്തുള്ള ഏത് വസ്തുക്കളാണെങ്കിലും ഏത് ലോകമാണെങ്കിലും അതെല്ലാം അല്ലാഹുവിൻ്റെ സൃഷ്ടികളാണ്. ഖാലിഖു കുല്ലി ശൈഇ, എല്ലാം സൃഷ്ടിച്ചവനും സൃഷ്ടിക്കുന്നവനും അല്ലാഹുവാണ്. എൻ്റെ കൈ ഞാനിങ്ങനെ മേൽപോട്ട് ഉയർത്തുന്നു. അങ്ങനെ ഉയർത്താൻ എനിക്ക് സ്വന്തമായി കഴിവില്ല. എനിക്ക് ആ ഉയർത്തലിനെ സൃഷ്ടിക്കാനും ഞരമ്പുകൾ ആണ് ചലിക്കേണ്ടത് എന്ന് പോലും എനിക്ക് അറിയില്ല. പിന്നെ ഞാൻ കൈ ഉയർത്തുന്നത് എങ്ങനെ? എൻ്റെ റബ്ബ് അല്ലാഹു തആല എനിക്ക് കൈ ഉയർത്തണം എന്ന് മനസ്സിൽ തോന്നിപ്പിക്കുന്നു. അങ്ങനെ തോന്നിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു
വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിക്കാതെ ആരും ഒന്നും ഉദ്ദേശിക്കുകയില്ല. മാഷാ അല്ലാഹു കാൻ വമാ ലം യശാ ലം യകുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതുണ്ടാകും, അല്ലാത്തത് ഉണ്ടാവില്ല. നമ്മൾ രാവിലെയും വൈകുന്നേരവും ചൊല്ലുന്ന ദിക്റിൽപ്പെട്ടതാണ്. ഞാൻ എൻ്റെ കൈ ഉയർത്തണം എന്ന് ഉദ്ദേശിക്കണമെങ്കിൽ അല്ലാഹു അത് ഉദ്ദേശിക്കണം. ഞാൻ ഉദ്ദേശിക്കണം എന്ന് അല്ലാഹു ഉദ്ദേശിക്കണം, എന്നാലേ ഞാൻ കൈ ഉയർത്താൻ ഉദ്ദേശിക്കുള്ളൂ. ഉദ്ദേശിച്ചിട്ട് ഞാൻ ഉയർത്തുമ്പോൾ അത് ഉയർത്താനുള്ള കഴിവ് ഓരോ സെക്കൻഡിലും അല്ലാഹു തന്നാൽ എനിക്ക് ഉയർത്താൻ കഴിയും, ഇല്ലെങ്കിൽ കഴിയില്ല. ഓരോ സെക്കൻഡിലും അല്ലാഹുവിന്റെ നിയന്ത്രണത്തിന് വിധേയമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന കഴിവ് കൊണ്ട് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭൂമിയിൽ ജീവിക്കുന്നവരാണ് നാം. നമ്മുടെ മഹാന്മാരായ ഇമാമിങ്ങൾ അവർ നമ്മെപ്പോലെ അറിവ് കുറഞ്ഞവർ അല്ല. അവർ ഏറ്റവും വലിയ അറിവുള്ള പണ്ഡിതന്മാരാണ്. പരിശുദ്ധ ഖുർആൻ ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യമാണോ? ഒരിക്കലും തുല്യമല്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ അറിവുള്ള പണ്ഡിതന്മാർ വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി വമാ യഖിലുഹാ ഇല്ലൽ ആലിമൂൻ. അറിവുള്ളവർക്ക് മാത്രമേ ഖുർആൻ പഠിപ്പിക്കുന്ന ആശയങ്ങൾ, ഖുർആൻ പഠിപ്പിക്കുന്ന മോഡലുകൾ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മഹാനായ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെ പിന്തുടർന്നുകൊണ്ടാണ് ലോകം മുഴുക്കെ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര നിയമങ്ങൾ മനസ്സിലാക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വിവരിച്ചുകൊണ്ട് ആ ഇമാമിങ്ങളെല്ലാം സത്യത്തിലാണെന്നും അവരിൽ ആരെ പിന്തുടർന്നാലും ഇമാമിങ്ങൾ നക്ഷത്രങ്ങൾ പോലെയാണ്. അവരിൽ ആരെ പിന്തുടർന്നാലും മനുഷ്യൻ സന്മാർഗത്തിലാകും എന്ന വാചകമടക്കം ഉദ്ധരിച്ചുകൊണ്ട് ഇമാമിങ്ങളെ പിന്തുടരേണ്ടതില്ല, നമ്മൾ തന്നെ ഖുർആൻ എടുത്ത് മറിച്ചു നോക്കി ഭാഷാർത്ഥ പ്രകാരം ഖുർആൻ മനസ്സിലാക്കിയാൽ മതി എന്നും, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമ്മൾ തന്നെ വിലയിരുത്തി ഗ്രഹിച്ചാൽ മതി എന്നും പറയുന്ന ബഗ്ദാദിലുണ്ടായിരുന്ന പുത്തനാശയക്കാരായ മുഅ്തസിലത്ത് എന്ന് പറയുന്ന കക്ഷി, അവര് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ നിന്ന് ഉസ്താദ് അവറുകൾക്കെതിരെ സംസാരിച്ച് പുറത്താക്കപ്പെട്ട ഒരു മനുഷ്യന്റെ അനുയായികളാണ്. ആ മുഅ്തസിലത്താണ് 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ജയിലിലടച്ചതും ചാട്ടവാറ് കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചത്. ആ മുഅ്തസിലത്താണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ അബൂ യഖ്ബുൽ ബുവൈത്ത് റളിയല്ലാഹു അൻഹുവിനെ ജയിലിലടച്ച് കൈക്കും കാലിനും ചങ്ങല കിട്ടത്. ആ മുഅ്തസിലത്താണ് അഹ്മദ് ഇബ്നു നസ്ർ അൽ മുസാഇ റളിയല്ലാഹു അൻഹുവിന്റെ തല വെട്ടിക്കൊന്നു കളഞ്ഞത്. അങ്ങനെ കൊന്നുകളഞ്ഞപ്പോൾ ആ തല മറമാടുന്നത് വരെ പച്ചയായി ഖുർആൻ ഓതി എന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സുബ്കി റളിയല്ലാഹു അൻഹു പോലുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നിലക്ക് ആലിമീങ്ങളെ കൊല്ലുകയും ആലിമീങ്ങളെ ജയിലിലടക്കുകയും ആലിമീങ്ങളെ ദുഷിക്കുകയും ചെയ്ത ആ മുഅ്തസിലത്ത് അവരുടെ വാദമാണ്
സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ പാരത്രിക ലോകത്ത് വെച്ച് കാണാൻ കഴിയില്ല എന്ന വാദം. അവരുടെ മറ്റൊരു വാദമാണ് മഹാന്മാരായ ഔലിയാക്കൾക്ക് മറഞ്ഞ കാര്യങ്ങൾ അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുകയില്ല എന്ന വാദം. അവരുടെ വാദമാണ് കറാമത്ത് നിഷേധം. അവർക്കങ്ങനെ തുടങ്ങി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നതാണ്, പടച്ചവൻ സൃഷ്ടിക്കുന്നതല്ല എന്ന വാദം ഉണ്ട്. അങ്ങനെ ഒരുപാടുകൾ ഉണ്ട്. ഖബറിലെ അദാബിനെ അവർ ചോദ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള മുഅ്തസിലത്ത് രേഖപ്പെടുത്തിയത് കാണാം. അവർ വാദിച്ചു ഇമാമിങ്ങൾ ആവശ്യമില്ല, നമ്മൾക്ക് ഖുർആനും ഹദീസും ഒക്കെ ഭാഷ പഠിച്ച് നമുക്കങ്ങോട്ട് കൈകാര്യം ചെയ്യാം എന്ന് വാദിച്ചു. അവരെ ഖണ്ഡിച്ചുകൊണ്ട് ധാരാളം ആയത്തുകൾ ഉദ്ധരിക്കുകയാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. അതിൽ ഒരായത്താണ് ഞാൻ ഓതിക്കൽപ്പിച്ചത്. വമാ യഖിലുഹാ ഇല്ലൽ ആലിമൂൻ. ഖുർആൻ പറയുന്ന മോഡലുകൾ, ഖുർആനെല്ലാം ഓരോന്നോരോന്ന് ഇങ്ങനെ പറയലല്ല, മോഡൽ പറയലാണ്. അതിൽ നിന്ന് മഹാന്മാരായ ഇമാമിയങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതനുസരിച്ച് വിവരിച്ച വിവരണങ്ങൾ അവലംബിക്കുകയും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേരിൽ ഗ്രഹിച്ച മഹാന്മാരായ സഹാബത്ത് പഠിപ്പിച്ച ആശയങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം മുസ്ലിമീങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്നത്. അതാണ് നമ്മുടെ ആദർശം എന്ന് പറയുന്നത്. ആദർശം, അതിനെതിരെ പറഞ്ഞ ധാരാളം പാർട്ടികൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. അതിലൊന്നാണ് മുഅ്തസിലത്ത്, വേറെ ഒന്നാണ് റാഫിളത്ത്. റാഫിളത്ത് എന്ന് പറയുന്ന കക്ഷി, അവർ പടച്ചവൻ ഒരു കട്ടിലിന്റെ മേലെ ഇരിക്കുന്നു എന്നും അതുപോലെ പടച്ചവന് കയ്യും കാലുമുണ്ടെന്നും പടച്ചവന് അവയവങ്ങളുണ്ടെന്നും ഒക്കെ വാദിച്ചു. അതിൻ്റെ എല്ലാം പുറമെ മാസം കണ്ടാൽ പെരുന്നാളും നോമ്പും ഓർക്കാൻ പാടില്ല, കണക്ക് നോക്കണം എന്ന് വാദിച്ചു. അങ്ങനെ തുടങ്ങി പല വാദങ്ങളും ഉന്നയിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ചീത്ത വിളിച്ചു, ഉമർ റളിയല്ലാഹു അൻഹുവിനെ നിസ്സാരപ്പെടുത്തി, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ നിസ്സാരപ്പെടുത്തി. അവരിൽ ഒരു കൂട്ടര് അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിനെ ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണങ്ങളും പടച്ചവൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്, ഇനി അലി റളിയല്ലാഹു അൻഹു ആണ് എല്ലാം ചെയ്യേണ്ടത് എന്ന് വരെ വാദിച്ചു. ആ റാഫിളത്ത് എന്ന് പറയുന്ന കക്ഷി അത് പുത്തൻവാദികളിൽ ഒരു ടീമാണ്. അതുപോലെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണങ്ങളും ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്നതെന്നും വാദിക്കുന്ന വേറൊരു കൂട്ടരും ഉണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാഹിർ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ അൽ ഫർഖു ബൈനൽ ഫിറഖ് എന്ന് പറയുന്ന മഹത്തായ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളും എതിരാളികളുടെ ആശയങ്ങളും വിവരിക്കുന്ന കിതാബിൽ ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. ലോകം മുഴുക്കെ സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന റബ്ബ്, ആ റബ്ബ് സുബ്ഹാനഹു വ തആല, അവനിൽ വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങളായ നമ്മൾ. അവൻ മാത്രമാണ് സർവ വിഷയങ്ങളും സൃഷ്ടിച്ചിട്ടുള്ളതും സൃഷ്ടിക്കുന്നതും. അവൻ തന്നെയാണ് എല്ലാം നിയന്ത്രിക്കുന്നവനും. മഹാനായ ഇമാം അബ്ദുൽ ഖാഹിർ ബഗ്ദാദി റളിയല്ലാഹു അൻഹു നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ എതിരാളികൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞുകൊണ്ട് ലോകത്ത് പഠിപ്പിച്ച അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാരുടെ പരമ്പരയിൽ പെട്ടിട്ടുള്ള ആളാണ്. മഹാനവറുകൾ അവിടുന്ന് രേഖപ്പെടുത്തിയത് കാണാം. വഖിലാഫ ഖൗലിൽ മുഫവ്വിളത്തി മിൻ ഗുലാത്തി റവാഫിദി, റാഫിളത്ത് എന്ന് പറയുന്ന വളരെ ധിക്കാരപരമായി അതിരുകവിഞ്ഞ് സംസാരിച്ച പുത്തൻവാദികൾ, അവർക്ക് എതിരാണ് നമ്മുടെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഫീ അന്നല്ലാഹ തആല ഫവ്വള തദ്ബീറൽ ആലമി ഇലാ അലിയിൻ ഫഹുവൽ ഖാലിഖുസ് സാനി.
അവരുടെ വാദമാണ് ലോകത്തിന്റെ മുഴുവനും നിയന്ത്രണം അലി ഇബ്നു അബീ താലിബിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അലി ഇബ്നു അബീ താലിബ് രണ്ടാം പടച്ചവനാണ് എന്ന വാദം. അതേപോലെ യാത്രിയ എന്ന് പറയുന്ന ഖദറിൽ വിശ്വസിക്കാത്തൊരു ടീമുണ്ട്. അഹമ്മദ് ബിനു ഹായിത്തു എന്ന് പറയുന്ന ഒരു നേതാവിന്റെ അനുയായികളാണവർ. അവരുടെ വാദമാണ് ഇന്നല്ലാഹ തആല ഫവ്വദ തദ്ബീറൽ ആലമി അലാ ഈസ ഇബ്നു മറിയം വഇന്നഹു ഹുവൽ ഖാലിഖുസ് സാനി. രണ്ടാം പടച്ചവനാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണങ്ങളും ഈസാ നബിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന വാദം. ഈ വാദം ഉന്നയിക്കുന്ന കക്ഷികൾക്കെല്ലാം കൃത്യമായ മറുപടി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം നമ്മുടെ ഇമാമിയങ്ങൾ അവരുടെ കിതാബുകളിൽ വിശ്വാസരംഗത്തും കർമ്മരംഗത്തും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മാറ്റിമറിക്കാൻ ഇവിടെ ആർക്കും കഴിയില്ല. മഹാനവറുകൾ പറയാൻ പണ്ഡിതന്മാരെല്ലാവരും യോജിച്ചിരിക്കുന്നു. അലാ അന്നഹു ലാ തഹ്വീഹി മക്കാനുൻ. അല്ലാഹു ഒരു സ്ഥലം അല്ലാഹുവിന് ഇല്ല. വലാ യജ്രി അലൈഹി സമാനുൻ. അങ്ങനെ അല്ലാഹ് ഇന്ന കാലത്താണ് എന്ന് പറയാനുള്ള കാലവും സ്ഥലവും ഒക്കെ അല്ലാഹു പടച്ചിട്ടുള്ളതാണ്. ഖിലാഫ ഖൗലി മൻ സഅമ മിന ഹാസിമിയ്യതി വൽ കറാമിയ്യതി ഇന്നഹു മുമാസ്സുൻ ലിഅർശിഹി. അല്ലാഹു തആല ഒരു സിംഹാസനത്തിന്റെ മുകളിൽ തൊട്ടിരിക്കുകയാണ്, ഉപവിഷ്ടനായിരിക്കുകയാണ് എന്ന് പറയുന്ന കക്ഷികൾ പഴിച്ചുപോയവരാണ്. ഖാല അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു അൻഹു. അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ തആല ഖലഖൽ അർശ. അല്ലാഹു തആല അർശ് എന്ന സൃഷ്ടിയെ പടച്ചിട്ടുണ്ട്. അത് പടച്ചത് ഇൽഹാറൻ ലിഖുദ്റതിഹി, അല്ലാഹുവിന്റെ കഴിവ് പ്രകടിപ്പിക്കാനാണ്. ലാ മകാനൻ ലിദാതിഹി, അവന് ഇരിക്കാനുള്ള സ്ഥലമുണ്ടാക്കിയതല്ല. വഖാല അയ്ളൻ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഖദ് കാന, അല്ലാഹു ഉള്ളവനായിരുന്നു, അല്ലാഹു ഇല്ലാത്തൊരു കാലം കഴിഞ്ഞു പോയിട്ടില്ല. അങ്ങനെ അല്ലാഹുവിന് ഇല്ലായ്മ എന്ന ഒന്ന് മുൻകടന്നിട്ടില്ല. വലാ മകാന, അന്നും അല്ലാഹുവിന് സ്ഥലം ഇല്ല. വഹുവൽ ആന അലാ മാ കാന, ആ അല്ലാഹു ഇന്നും അന്നും യാതൊരു മാറ്റവും ഇല്ലാതെ തന്നെ നിൽക്കുന്നു. അതാണ് അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല, അവനിൽ ഉറച്ച വിശ്വാസമുള്ളവരാണ് മുസ്ലിമീങ്ങൾ. അല്ലാഹു സ്ഥലകാലതീതനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇമാമിങ്ങൾ വളരെ കൃത്യമായി വിവരിച്ചു. നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികൾക്ക് ഓതിപ്പടിക്കാൻ വേണ്ടി, വിഷയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു വലിയ 1000-ലധികം പദ്യമുള്ള ഒരു ഗ്രന്ഥം രചിച്ചു ബഹുമാനപ്പെട്ട ഇബ്നു റസ്ലാൻ റളിയല്ലാഹു തആല അൻഹു. നമ്മൾ അൽഫിയ എന്ന് പറഞ്ഞിട്ട് വ്യാകരണം പഠിക്കാൻ വേണ്ടി നമ്മൾ ഓതുന്ന അൽഫിയുണ്ട്. അതുപോലെ പല വിഷയത്തിലും അൽഫിയ എന്ന കിതാബുണ്ട്. തസൗഫിന്റെ ഇൽമു മാത്രം പറയുന്ന അൽഫിയുണ്ട്, മുഴുവനും ബൈത്താണ്. അതുപോലെ ഫിഖ്ഹ്, അതുപോലെ അഖീദ, അങ്ങനെ തുടങ്ങിയിട്ട് ഉസൂലുൽ ഹദീസ്, അതിലെല്ലാം ആയിരക്കണക്കിന് പദ്യങ്ങൾ രചിച്ച പണ്ഡിതന്മാരുണ്ട്. അതിലൊരു പണ്ഡിതനാണ് ഇബ്നു റസ്ലാൻ റളിയല്ലാഹു അൻഹു. അവിടുത്തെ സുബദിൽ മഹാനവറുകൾ കാണാം, മുൻഫരിദും ബിൽ ഖൽഖി വത്തദ്ബീരി ജല്ല അനിസ്ബിഹി വന്നദീരി. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് പടക്കുന്നവൻ. വേറെ ആർക്കും ഒന്നും പടക്കാൻ കഴിയൂല, സൃഷ്ടിക്കാൻ കഴിയൂല. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഈ കൈ ഉയർത്തൽ, ആ പ്രവൃത്തിയെ പടക്കുന്നവൻ അല്ലാഹുവാണ്, ഞാനല്ല. എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്നവൻ അള്ളയാണ്. തോന്നിപ്പിച്ചാൽ എനിക്കത് തോന്നുന്നു, ഞാൻ അതിലേക്ക് കടക്കുമ്പോൾ അതിനുള്ള കഴിവ് റബ്ബ് തരുന്നു. അങ്ങനെ ഞാൻ കൈ പൊക്കുന്നു. എൻ്റെ വകയിലല്ല, ഒന്നും നമ്മൾ ആരുടെയും വകയിലല്ല. കുല്ലും മിൻ ഇൻദില്ലാഹ്, സർവ വിഷയങ്ങളും അല്ലാഹുവിങ്കൽ നിന്നാണ്. അതിന്റെ തെളിവുകൾ ഉദ്ധരിക്കുന്നു ഈ കിതാബിന്റെ ശറഹിൽ. ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ കിതാബ് രചിച്ച ഇമാം റംലി റളിയല്ലാഹു അൻഹുവിന്റെയും ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെയും
അതുപോലുള്ള വലിയ വലിയ ഇമാമിങ്ങൾ ഖതീബ് സർബീനി റളിയല്ലാഹു അൻഹുവിന്റെയും ഒക്കെ ഗുരുവര്യൻ റംലി റളിയല്ലാഹു അൻഹു അതിന് ഫതഹുർ റഹ്മാൻ എന്ന പേരിൽ ഒരു വലിയ വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിൽ തെളിവുദ്ധരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ പുത്തൻവാദികളുടെ വാദം തെറ്റാണ്. الله قل الله خالق كل شيء وخلق كل شيء هل من خالق غير الله والله خلقكم وما تعملون. ഇങ്ങനെയുള്ള എത്രയോ ആയത്തുകൾ ഇമാം റംലി റളിയല്ലാഹു അൻഹു എല്ലാം സൃഷ്ടിക്കുന്നത് റബ്ബാണെന്നതിൻ്റെ തെളിവുദ്ധരിക്കുകയാണ്. അതുപോലെ സർവ വിഷയങ്ങളും നിയന്ത്രിക്കുന്നത് ഏത് നിയന്ത്രിക്കുന്നവരെയും നിയന്ത്രിക്കുന്നത്. ഞാനിവിടെ വരുമ്പോൾ എൻ്റെ കാറ് നിയന്ത്രിച്ചത്, അതേ സമയത്ത് തലശ്ശേരി മുതൽക്ക് അതാ കുമ്പള വരെ ഞാൻ വന്ന ട്രെയിന് നിയന്ത്രിച്ച ട്രെയിനിൻ്റെ ഡ്രൈവറുണ്ട്. ഒരാഴ്ച മുമ്പ് ഞാൻ പ്ലെയിനിൽ വന്നപ്പോൾ പ്ലെയിന് നിയന്ത്രിച്ച പൈലറ്റുണ്ട്. ഈ സദസ്സ് നിയന്ത്രിക്കുന്ന അധ്യക്ഷനുണ്ട്. അതുപോലെ രാജ്യം നിയന്ത്രിക്കുന്നവരുണ്ട്, നാട് നിയന്ത്രിക്കുന്നവരുണ്ട്, അതേ ബിസിനസ് നിയന്ത്രിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ശാസ്ത്രീയമായ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടക്കുന്ന കേന്ദ്രങ്ങൾ നിയന്ത്രിക്കുന്നവരുണ്ട്. അങ്ങനെ നിയന്ത്രിക്കുന്ന പലരും മനുഷ്യരെ കൂട്ടത്തിലുണ്ട്. അതുപോലെ ഇടി, മിന്ന്, കാറ്റ് തുടങ്ങിയത് നിയന്ത്രിക്കുന്ന മലക്കുകളുണ്ട്. മീകായിൽ അലൈഹിസ്സലാമുണ്ട്. അതുപോലെ തന്നെ അതാ യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ് ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി. അതേ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞില്ലേ, മാറി മാറി വരുന്ന ചില മലക്കുകളുണ്ട്. യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്, പടച്ചവന്റെ ഉത്തരവ് പ്രകാരം അവര് ജനങ്ങൾക്ക് കാവല് കൊടുക്കുന്നു. അങ്ങനെ കാവല് നൽകുന്ന മലക്കുകളുണ്ട്. അതുപോലെ സഹായിക്കുന്ന മഹാത്മാക്കളുണ്ട്. അതുപോലെ സഹായിക്കുന്ന അമ്പിയാക്കളുണ്ട്, ഔലിയാക്കളുണ്ട്, അങ്ങനെ സുഹദാക്കളുണ്ട്, അങ്ങനെ ഡോക്ടർമാരുണ്ട്, ആശുപത്രി നിയന്ത്രിക്കുന്ന ഡോക്ടർമാരുണ്ട്, പട്ടാളത്തെ നിയന്ത്രിക്കുന്ന ക്യാപ്റ്റനുണ്ട്. അങ്ങനെ പലരുമുണ്ട്. പക്ഷേ ലോകത്തെ മുഴുവൻ ഏത് നിയന്ത്രിക്കുന്നവരെയും നിയന്ത്രിക്കുന്നവൻ അവനാണ് അല്ലാഹ്. അതാണ് മുൻഫരിദും ബിൽ ഖൽഖി വത്തദ്ബീരി. അവൻ ഏകനാണ്, സർവവും നിയന്ത്രിക്കുന്നവനും സർവവും സൃഷ്ടിച്ചവനും ഏകനായ അല്ലാഹുവാണ്. ഇമാം ഇബ്നു റസ്ലാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാചകം വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു എഴുതുകയാണ്, അന്നഹു തആല മുൻഫരിദും ബിത്തദ്ബീർ. എല്ലാ വിഷയങ്ങളെയും എല്ലാ കാര്യങ്ങളെയും എല്ലാ ലോകത്തെയും നിയന്ത്രിക്കുന്ന ഏകനാണ് അല്ലാഹു തആല. ഐ തദ്ബീറുൽ ഉമൂരി ദൂന മുശാരികിൻ വലാ മുഈനിൻ. അല്ലാഹുവിന് ഒരുവന്റെ മനസ്സിലുള്ള സംശയവുമായി ആ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ സദസ്സിൽ പോയാൽ അത് നോക്കിയിട്ട് അദ്ദേഹം മറുപടി പറയുമെന്ന് നോക്കാം എന്ന നിലക്ക് പോയി. സംശയം എന്താണ്? സുന്നത്തിയമായത്ത് നമ്മുടെ മുൻഗാമികളായ ആളുകളും സഹാബികളും പഠിപ്പിച്ച സുന്നത്തിയമായത്ത് അതിനെയാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? അതാണോ ശരിയായ വിശ്വാസം എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്താണ്? അങ്ങനെ പോയി സദസ്സ് പോയിരുന്നപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഇത്തിഖാദു സലഫി വസ്സഹാബ, നമ്മളെ വിശ്വാസം ശരിയായ വിശ്വാസം സഹാബികളെ വിശ്വാസം, നമ്മളെ വിശ്വാസം ശരിയായ വിശ്വാസം സഹാബികളെ വിശ്വാസമാണ്, മുൻഗാമികളെ വിശ്വാസമാണ്. സുബ്ഹാനല്ലാഹ്, നമുക്കറിയാമല്ലോ സഹാബത്തിന്റെ വിശ്വാസം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് വല്ലാത്തൊരു രോഗം. എന്താണ് രോഗം? മറദിയുടെ രോഗമാണ്. എന്ത് കേട്ടാലും മറന്നുപോകുന്ന ഒരു രോഗം. ആ രോഗശമനത്തിന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം തേടുകയാണ്, ഇസ്തിഗാസ ചെയ്യുകയാണ്.
അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് നന്നായി മഹാനവർകൾക്കറിയാം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുമുണ്ട്. അതിൻ്റെ പുറമേ അള്ളാഹുവിൽ നിന്ന് കിട്ടാൻ വേണ്ടി നബിതങ്ങളോട് തേടുകയാണ്. സുബ്ഹാനല്ലാഹ്, നബിതങ്ങളോട് വന്ന് വേവലാതിപ്പെടുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വേവലാതി കേട്ടപ്പോൾ, നിങ്ങൾക്ക് മറതിയുണ്ടെങ്കിൽ ആ വേവലാതി അള്ളാഹിനോട് പറഞ്ഞാൽ മതി, എന്നോട് പറയണ്ട എന്ന് പറയുന്നില്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂലല്ലേ ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം പഠിപ്പിച്ചത്. അള്ളാഹിന്റെ റസൂൽ എന്താ ചെയ്യുന്നത്? പരിഹാരമുണ്ടാക്കി കൊടുക്കുകയാണ്. എങ്ങനെയാണ് പരിഹാരമുണ്ടാക്കുന്നത്? പരിഹാരമുണ്ടാക്കുന്ന രൂപം എന്താണ്? നബിതങ്ങൾ രണ്ട് കൈയും ഒന്നായി പിടിച്ചിട്ട് വായുവിൽ നിന്നോ വാരുന്നത് പോലെ ചെയ്യുന്നു. അതിനു മുമ്പ് അബൂ ഹുറൈറ തങ്ങളോട് പറയുന്നു, നിങ്ങളെ തട്ടം നിരത്തി വിരിക്കണം. എന്നിട്ട് വായുവിൽ നിന്നോ വാരിയെടുക്കും പോലെ അവിടുന്ന് കാണിക്കുന്നു. എന്നിട്ട് ആ തട്ടത്തിലേക്ക് എന്തോ ഇടും പോലെ കാണിക്കുന്നു. കാഴ്ചയിലൊന്നും കാണാനില്ല. എന്നിട്ട് നബിതങ്ങൾ പറയാണ്, അതേ ആ മേത്തട്ടം നിങ്ങളെ നെഞ്ചിലേക്ക് കൂട്ടിവെച്ചോ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടെ യുക്തിപരമായി ചിന്തിച്ചിട്ടില്ല, അഥവാ യുക്തിവാദം ഉന്നയിച്ചിട്ടില്ല. ഞാൻ ആ പിരിച്ച തട്ടം തന്നെയല്ലേ, അതിലൊന്നും വാരിയിടുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ, അതിപ്പോ നെഞ്ഞത്ത് കൂട്ടി വെച്ചിട്ട് എന്താ കാര്യം എന്ന് ചിന്തിക്കാതെ നബിതങ്ങൾ പറഞ്ഞതുപോലെ ആ തട്ടമെടുത്ത് നെഞ്ഞിലേക്ക് കൂട്ടിവെക്കുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, ഫമാ നസീതു ശൈഅൻ മിൻ ഖൗലി റസൂലില്ലാഹി, പിന്നെ റസൂലുള്ളാഹിന്റെ ഒരൊറ്റ വാക്കും ഞാൻ മറന്നുപോയിട്ടില്ല. പ്രശ്നപരിഹാരത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപിക്കുക എന്നത് സഹാബത്തിന്റെ പതിവാണ്. ആ പതിവനുസരിച്ച് നബി തങ്ങൾ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുകയാണ്. മുഅ്ജിസത്ത് മുഖേനയാണ്. സുഹൃത്തുക്കളെ, മുഅ്ജിസത്ത് മുഖേനയും കറാമത്ത് മുഖേനയും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. എങ്ങനെ പരിഹരിച്ചു കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം സൃഷ്ടിച്ചു കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. പക്ഷേ അതിന് ചില നിമിത്തങ്ങളായി അല്ലാഹു പലരെയും വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, വേറെ ഒരാൾ നബിതങ്ങളെ സമീപിക്കുന്നത് രണ്ട് കണ്ണിനും കാഴ്ചയില്ലെന്ന് പറഞ്ഞിട്ടാണ്. നബിതങ്ങൾ പറയുന്നത്, നന്നായി wudu എടുത്തോ, എന്നിട്ട് 2 റകഅത്ത് നിസ്കരിച്ചോ, എന്നിട്ട് നീ ഇങ്ങനെ അങ്ങ് ചൊല്ലിക്കോ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വതവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മ യാ മുഹമ്മദ് ഇന്നി ഖദ് തവജ്ജഹതു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതഖ്ദിയ ലി ഔ ലിതുഖദാ ലി അല്ലാഹുമ്മ ഫശഫിഹു ഫിയ. എന്താണ് പറയാൻ ചൊല്ലാൻ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലിനെ ഇടയാളനാക്കി അല്ലാഹുവോട് ചോദിക്കാനാ പറയുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വതവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മ, കാരുണ്യത്തിന്റെ നബിയായ ഈ മുഹമ്മദ് നബിയെ ഇടയാളനാക്കി നിന്നോട് ഞാൻ ചോദിക്കുന്നു അല്ലാഹ്. ഇത് തവസ്സുൽ ചെയ്തുകൊണ്ടുള്ള ദുആയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പിന്നെ അതിന്റെ ശേഷം എന്താ വേണ്ടത്? റസൂലുള്ളാഹിനെ നേരിൽ വിളിച്ച് സഹായം തേടാനാ പറയുന്നത്. യാ മുഹമ്മദ് ഇന്നി ഖദ് തവജ്ജഹതു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി, എൻ്റെ ഈ കണ്ണിന് കാഴ്ച കിട്ടാൻ വേണ്ടി, ലിതഖ്ദിയ ലി, തങ്ങൾ എനിക്കത് നിർവഹിച്ചു തരാൻ വേണ്ടി, അല്ലെങ്കിൽ നിർവഹിച്ചു കിട്ടാൻ വേണ്ടി ഓ നബിയെ ഞാൻ തങ്ങളെ മുൻനിർത്തി എൻ്റെ റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട്. തങ്ങളത് നിറവേറ്റിത്തരണേ നബിയേ. അല്ലാഹുമ്മ ഫശഫിഹു ഫിയ, അല്ലാഹുവേ നബിതങ്ങളോട് ഞാൻ റെക്കമെൻഡിന് പറഞ്ഞിട്ടുണ്ട്, നീ അത് സ്വീകരിക്കണേ. ഈ അർത്ഥം വരുന്ന ദുആ നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. അദ്ദേഹം അതുപോലെ പ്രവർത്തിക്കുന്നു. കണ്ണിന് കാഴ്ച കിട്ടുന്നു. ഈ ഹദീസ് ഇമാം തിർമിദി മുതൽ ഇബ്നു മാജ മുതൽ സുബ്ഹാനല്ലാഹ് 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒരാളായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മുസ്നദിൽ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ട് ആ ഹദീസ് സഹീഹാണെന്ന് പറയാത്ത ഒരു പണ്ഡിതനുമില്ലെന്ന് മാത്രമല്ല, സർവ മുജാഹിദും സലഫിയും ഒരുപോലെ
അതുപോലെ വിശ്വസിക്കുന്ന അൽബാനി നാസിറുദ്ദീൻ അൽ അൽബാനി അദ്ദേഹം അടക്കം ഈ ഹദീസ് സഹീഹാണെന്ന് പറയുന്നു. ആകയാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് വിശ്വസിക്കുന്ന വിശ്വാസം അത് തവസ്സുലിലുള്ള വിശ്വാസമാണ്, ഇസ്തിഗാസയിലുള്ള വിശ്വാസമാണ്, നബിതങ്ങളെ ബറക്കത്തിലുള്ള വിശ്വാസമാണ്, നബിതങ്ങളോട് തേടുന്നത് പുണ്യമാണെന്ന വിശ്വാസമാണ്. അതുകൊണ്ടല്ലേ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു ഇൽം നീ ഉറപ്പിച്ച് മനസ്സിലാക്കണം അന്നഹു യജൂസു വയഹ്സുനു തവസ്സുലു വൽ ഇസ്തിഗാസതു വത്തശഫു ബിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനെ ഇടയാളനാക്കുന്നതും നബിതങ്ങളെ കൊണ്ട് ശഫാഅത്ത് തേടുന്നതും നബിതങ്ങളോട് സഹായം ചോദിക്കുന്നതുമൊക്കെ അനുവദനീയവും പുണ്യവുമാണെന്ന് നീ മനസ്സിലുറപ്പിക്കണേ എന്ന് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറയാൻ കാരണം മഹാന്മാരായ സഹാബത്തിന്റെ മുൻഗാമികളുടെ വിശ്വാസം, ആ വിശ്വാസമാണ് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനുമുള്ളത്. അതാണ് അവിടുന്ന് പറയുന്നത്. അവിടുന്ന് തന്നെ റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ ചെന്ന് റൗളാ ശരീഫിന്റെ അടുക്കൽ ചെന്ന് വിളിച്ചു തേടാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. സുഹൃത്തുക്കളെ, ആ മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾ സദസ്സിലേക്ക് വന്ന അബൂബക്കർ ഇബ്നുൽ ഇമാദിന്റെ മനസ്സിലുള്ള സംശയം നോക്കി മറുപടി പറയാണ്. അതേ സഹാബത്തിന്റെയും മുൻഗാമികളെയും വിശ്വാസമാണ് നമ്മളെ വിശ്വാസം, അതാണ് ശരിയായ വിശ്വാസം. അപ്പോൾ അബൂബക്കർ ഇബ്നുൽ ഇമാദ് പറയാണ്, എന്റെ മനസ്സിൽ തോന്നി. വഅൽ പറയും ഉസ്താദ് അങ്ങനെയൊക്കെ പറയൂലേ, അത് എന്റെ മനസ്സിലുള്ളത് നോക്കിയിട്ട് പറഞ്ഞാൽ എന്ത് തെളിവാള്. അപ്പൊ പിന്നെ രണ്ടാമതും പറയാണ്, അതെന്റെ മുഖത്ത് നോക്കിയിട്ടാ പറഞ്ഞത്. അപ്പൊ എനിക്ക് തോന്നി വഅൽ പറയുന്ന ഉസ്താദ് ആരെങ്കിലും ആരുടെ മുഖത്തങ്ങ് നോക്കിപ്പോകൂലേ, അതെന്റെ മുഖത്തായി പോയതാകും. അപ്പൊ പിന്നെ എന്നെ വിളിക്കുകയാണ്, യാ അബൂബക്കർ, അബൂബക്കറേ നമ്മളെ വിശ്വാസം മുൻഗാമികളെ സഹാബത്തിന്റെ വിശ്വാസമാണ്. എഴുന്നേറ്റ് നിൽക്കൂ അബൂബക്കറേ, ഇൻസരിഫ് ഇലാ ബൈതിക, എന്റെ വീട്ടിലേക്ക് പോയിക്കോ. അത് ജാ അബൂക, ബാപ്പ കുറെ കാലായില്ലേ പോയിട്ട്, ബാപ്പ വന്നിട്ടുണ്ട്, ചെന്ന് നോക്ക്. ഞാൻ ചെന്ന് നോക്കുമ്പോ ബാപ്പ വന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന കഴിവാണ്, അല്ലാതെ സ്വന്തം കഴിവല്ല, സ്വന്തം അറിവല്ല. സ്വന്തമായി ആർക്കും ഒന്നുമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഇത് ഞാൻ പറയുമ്പോ ചിലപ്പോ ഏതെങ്കിലും മുജാഹിദിന്റെ മൗലവിമാര് പറയും, അത് പേരോട് ഇപ്പൊ കുറച്ച് മുജാഹിദായിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ പറയും പോലെ പറയാണ് അയാളും എന്ന് ചിലപ്പോ പറഞ്ഞ് സാധാരണക്കാരെ അവർ വഴിതെറ്റിക്കും. അതുകൊണ്ട് ഞാൻ എന്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട ശൈഖുന നെല്ലിക്കുത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ടവരുടെ ക്ലാസ്സിൽ 3 വർഷത്തോളം പങ്കെടുത്തവനാണ് ഞാൻ. അല്ലാഹു അടുത്ത ദർജ വർദ്ധിപ്പിച്ചു കൊടുത്തു. അത് മർക്കസു സഖാഫത്തി സുന്നിയിൽ മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തഖ്വയും അവർക്കും നമുക്കും സർവ്വ പണ്ഡിതന്മാർക്കും പ്രവർത്തകർക്കും വർദ്ധിപ്പിച്ചു തരട്ടെ. ഉസ്താദ് അവറുകൾ ഞങ്ങൾക്ക് ദർസ് നടത്താൻ വേണ്ടി തന്നെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് ആദരവോടെ അവിടെ നിർത്തി ശൈഖുൽ ഹദീസ് എന്ന പേരും കൊടുത്ത് ഞങ്ങൾക്ക് ഹദീസ് ദർസ് നടത്തി തന്ന നെല്ലിക്കുത്ത് ഉസ്താദ് അവറുകൾ, മഹാനായ സുൽത്താനുൽ ഉലമ. ഒരു ദിവസം വാളും കഴിഞ്ഞ് പോകുമ്പോ, കല്ലിക്കണ്ടിന്ന് വാളും കഴിഞ്ഞ് പോകുമ്പോ, ഞാൻ പുല്ലൂക്കര ജമാഅത്ത് പള്ളിയിലെ മുതഅല്ലിമായിരുന്നു. എന്നോട് പറഞ്ഞു, ഇനി മർക്കസിലേക്ക് വന്നോളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, ഉസ്താദ് ഇങ്ങനെ നാടൊട്ടാകെ കറങ്ങല്ലേ, അവിടെ ഉസ്താദിന്റെ ക്ലാസ് കിട്ടുമോ എന്ന് ചോദിച്ചു. ഞാൻ എത്ര വലിയ ആളോടും നമുക്ക് ചോദിക്കാനുള്ള ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അതോടെ ചോദിക്കണമെന്നല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ക്ലാസ്സിനുണ്ടാകും. അതിന്റെ പുറമെ അവിടെ നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദ് ഉണ്ട്, അബ്ദുള്ള മുസ്ലിയാരുണ്ട്, എന്റെ ഉസ്താദും കൂടിയായി ഇബിച്ചാലി ഉസ്താദ് ഉണ്ട്, അങ്ങനെ വലിയ വലിയ ആലിമ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മർക്കസിലേക്ക് പോയത്. സുഹൃത്തുക്കളെ, നെല്ലിക്കുത്ത് ഉസ്താദ് അവറുകൾ തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ രേഖപ്പെടുത്തിയതായി ഞാൻ പുസ്തകത്തിലെ വാചകം വായിച്ചു കേൾപ്പിക്കാം. അല്ലാഹുവിന്റെ അറിവും ഉദ്ദേശവും അനുമതിയും കൂടാതെ
മറ്റാർക്കും ഭൗതികമോ അഭൗതികമോ സാധാരണമോ അസാധാരണമോ ആയ യാതൊരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നതല്ല. മറ്റൊരു ശക്തിക്കും അവന്റെ മേൽ ആക്രമണം നടത്താനോ സമ്മർദ്ദം ചെലുത്തുവാനോ സാധ്യമല്ല. യാതൊന്നിനും അവൻ കഴിവുകൾ വിട്ടുകൊടുക്കുകയോ അഡ്വാൻസായി തീരെഴുതി കൊടുക്കുകയോ ചെയ്തിട്ടുമില്ല. അല്ലാഹു തആല കഴിവൊക്കെ വിട്ടുകൊടുത്ത് തീരെ എഴുതി കൊടുത്ത്. അങ്ങനെയാണിപ്പോ ഏതോ ഒരു ചങ്ങാതി പറഞ്ഞു, നമ്മളടുത്ത് എനിക്ക് ഫോൺ കൊടുത്താൽ പിന്നെ അവന്റെ ഇഷ്ടത്തിന് കൈകാര്യം ചെയ്യലല്ലേ, അതുപോലെ അള്ളാഹു അങ്ങോട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഔലിയാക്കൾക്ക് ഇതൊക്കെ പ്രസംഗിക്കുന്ന വ്യാജ തരീഖത്തുകാരുണ്ട്. അതൊന്നും സുന്നത്ത് ജമാഅത്താണെന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കരുത്. ഓ സുഹൃത്തുക്കളെ, അല്ലാഹു തആല അവന്റെ കഴിവുകൾ അത് വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ അഡ്വാൻസായി തീരെ എഴുതി കൊടുക്കുകയോ ചെയ്തിട്ടുമില്ല. ഇതാണ് അള്ളാഹുവിന് മാത്രമാണ് സ്വയം അസ്തിത്വവും കഴിവുകളും ഉള്ളതെന്നും സൃഷ്ടികൾക്ക് അതില്ലെന്നും പറയുന്നതിന്റെ വിവക്ഷ. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, മറ്റാരെയും ആരാധിച്ചുകൂടാ. ഇത് തന്നെയാണ് തൗഹീദിന്റെ വിവക്ഷയും സുന്നികളുടെ വിശ്വാസവും, മറിച്ചല്ല എന്ന് ഉസ്താദ് അവറുകൾ എത്രയോ ദശക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന പുസ്തകത്തിൽ എഴുതിയതായി നമുക്ക് കാണാം. ഞാനിത് പറഞ്ഞു വന്നത്, ഇത് പേരോട് ഇപ്പോൾ ഞങ്ങളെ കൂട്ടത്തിൽ കൂടി അങ്ങനെ ഒരു മൗലവി പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. ഏത് മലക്കാകട്ടെ, മനുഷ്യനാകട്ടെ, ജിന്നാകട്ടെ, ഏത് സൃഷ്ടിയാകട്ടെ, ഇല്ലാ ബിഇറാദത്തിഹി വമശീയത്തിഹി, പടച്ചവന്റെ ഉദ്ദേശപ്രകാരവും അവന്റെ തീരുമാനപ്രകാരവും അല്ലാതെ ഒരു ചെറിയ അണുവിനെ ചലിപ്പിക്കാനോ അണുവിന് തന്നെ ചലിക്കാനോ അടങ്ങാനോ സാധ്യമല്ല. സുബ്ഹാനല്ലാഹ്. ഇനിയോ നിങ്ങൾ നോക്കൂ, ഭൗതിക ലോകത്ത് ജനങ്ങൾക്ക് ഭക്ഷണമുണ്ടാകുന്നതിനാവശ്യമായ മഴയുടെയും സസ്യലതാദികളുടെയും ചുമതലക്കാരനാണ് മീകായിൽ. അദ്ദേഹത്തെ ഈ കൃത്യനിർവഹണത്തിൽ സഹായിക്കാൻ വേറെയും മലക്കുകളുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കുന്ന പ്രകാരം അവർ കാറ്റുകളെയും കാർമേഘങ്ങളെയും തെളിച്ചു കൊണ്ടുപോകുന്നു. അപ്പൊ അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരം മലക്കുകൾ, മീകായിലിന് പല നിയന്ത്രണങ്ങളുണ്ട്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അതാ അവര് തന്നെ എഴുതിയ ഒരു സംഭവം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ മലക്കുൽ ജിബാൽ, പർവ്വതങ്ങളുടെ മലക്ക് വിളിച്ചു, സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, നിങ്ങളുടെ ജനതയുടെ വാക്കുകൾ അള്ളാഹു കേട്ടിരിക്കുന്നു. ഞാൻ മലക്കുൽ ജിബാലാണ്, നിങ്ങളുമായി കൂടിയാലോ. എന്തിന്? റസൂലുള്ളാഹിനോട് ചോദിക്കാന്, കൂടിയാലോചിക്കാന്. റസൂലുള്ള പറയുകയാണെങ്കിൽ ചെയ്തോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങളുടെ തീരുമാനപ്രകാരം ചെയ്തോ എന്ന് പറയാൻ വേണ്ടി അല്ലാഹു തആല എന്നെ പറഞ്ഞേച്ചിരിക്കുന്നു. നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ മക്കയിലെ അസ്സബൈനി എന്ന ഈ 2 മലകൾ അവർക്ക് മീതെ ഞാൻ പൊക്കിയിടാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏകനായ അല്ലാഹുവിനെ ആരാധിക്കുന്ന അവനിൽ പങ്കുചേർക്കാത്ത ആളുകൾ അവരുടെ മുതുകളിൽ പിൽക്കാലത്തുണ്ടാകുമെന്നാണ് ഞാൻ. മുസ്ലിം 1795, ബുഖാരി 3231 നമ്പർ. അപ്പൊ നിങ്ങൾ കണ്ടോ, മലക്കുകൾക്ക് അല്ലാഹു തആല ചില അധികാരം കൊടുക്കുന്നു. ആ മലക്കിനോട് റസൂലുള്ളാഹിനോട് ചോദിച്ചിട്ട് ചെയ്യാൻ പറയും. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞാൽ ചെയ്യാൻ പറയുന്നു. ഈ രൂപത്തിൽ മലക്കുകൾക്കും അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ഒക്കെ അല്ലാഹു തആല പല അധികാരങ്ങളും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതാ അൽമനാറിൽ വൽമുദബ്ബിറാതി അംറാ എന്ന് പറയുന്ന ആയത്തിന് അർത്ഥം വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നല്ലവണ്ണം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവയെ കൊണ്ടും സത്യം, നല്ലവയെ കൊണ്ടും സത്യം. അതായത് നല്ലവണ്ണം കാര്യം നിയന്ത്രിക്കുന്നത് എന്ന് അൽമനാറിൽ അവർ അർത്ഥം പറയുകയാണ്.
ഇനി നിങ്ങൾക്ക് കേൾക്കണോ, മുജാഹിദിന്റെ പണ്ഡിത സഭയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ച, അതേ മുജാഹിദിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച ഒരു മൗലവിയുണ്ട്, KP മുഹമ്മദ് ബിൻ അഹ്മദ് മൗലവി. ആ മൗലവി ഒട്ടാകെ പരിശോധിച്ച് തെറ്റ് തിരുത്തിയിട്ട് ഇറക്കിയതാണെന്ന് പറയുന്നൊരു ഖുർആൻ പരിഭാഷ പല അലമാരകളിലും സൗദി ഗവൺമെന്റിന്റെ ചെലവിൽ കൊണ്ടുവന്ന് വെച്ചത് കാണാം. ആ ഖുർആൻ പരിഭാഷ എഴുതിയത് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനിയും പറപ്പൂർ കുഞ്ഞു മുഹമ്മദ് മദനിയും പരിഭാഷപ്പെടുത്തുകയും അതിന്റെ ആമുഖാണ് ഞാൻ വായിക്കുന്നത്. കേരള നദുവത്തുൽ മുജാഹിദീൻ ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് ബിൻ അഹ്മദ് മൗലവി തിരുത്തൽ നടത്തുകയും പ്രിന്റിംഗ് പ്രസിന് വേണ്ടി ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ് അഷ്റഫ് അലി പരിശോധന നടത്തുകയും ചെയ്ത വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണ മലയാള പരിഭാഷ മലിക് ഫഹദ് ഖുർആൻ പ്രിന്റിംഗ് പ്രസ് കോംപ്ലക്സ് മാന്യവായനക്കാരന് മുമ്പിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാ തിരുത്തലും കഴിഞ്ഞിട്ടുള്ള ഖുർആൻ പരിഭാഷ. ആ പരിഭാഷയിൽ പരിശുദ്ധ ഖുർആനിലെ ഫൽമുദബ്ബിറാത്തി അംറാ എന്ന ആയത്തിനർത്ഥം പറയുന്നു, കാര്യം നിയന്ത്രിക്കുന്നവയും തന്നെയാണ് സത്യം. അപ്പൊ കാര്യം നിയന്ത്രിക്കുന്ന കുറെ സൃഷ്ടികളുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നതായി മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷ പറയുന്നു, അൽമനാർ പറയുന്നു. ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ അതാ പുസ്തകം ഇസ്ലാം മതം എന്ന പുസ്തകം, അതിൽ മൗദൂദി സാഹിബും അതേ കാര്യം തന്നെ വേറൊരു ഭാഷയിൽ പറയുന്നു. എന്താ പറയുന്നത്? ദൈവകൽപ്പനകളിൽ നിന്ന് അണുതൂക്കം വ്യതിചലിക്കുവാൻ അവർക്ക് കഴിവില്ല. മലക്കുകളെ പറ്റി പറയാണ്, അവർ മുഖേനയാണ് ദൈവം പ്രപഞ്ചമാകുന്ന തന്റെ ഭരണകൂടം നിയന്ത്രിക്കുന്നത്. മലക്കുകൾ മുഖേനയാണ് ദൈവം പ്രപഞ്ചം നിയന്ത്രിക്കുന്നത്. എന്നാ പറയട്ടെ, അതൊന്നും യഥാർത്ഥ നിയന്ത്രണമല്ല. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അത്തരത്തിലുള്ള ചില ബാഹ്യമായ ഭാഷാപരമായ നിയന്ത്രണങ്ങൾ മലക്കുകൾക്കുണ്ടെങ്കിലും അമ്പിയാക്കൾക്കുണ്ടെങ്കിലും ഔലിയാക്കൾക്കുണ്ടെങ്കിലും അതൊന്നും യഥാർത്ഥ നിയന്ത്രണമല്ല. യഥാർത്ഥ നിയന്ത്രണം, പരിപൂർണ നിയന്ത്രണം, നിയന്ത്രിക്കുന്നവരെയും കൂടി നിയന്ത്രിക്കുന്ന നിയന്ത്രണം, അതാണ് മുൻഫരിദും ബിൽ ഖൽഖി വത്തദ്ബീരി ജല്ല അനി സബീഹി വന്നദീരി എന്ന് ഇബ്നു റസലാൻ റളിയല്ലാഹു അൻഹു ചൊല്ലിയത്. അത് തന്നെയാണ് മുദബ്ബിറുൽ ഹാദിസാത്ത്, സർവ്വ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്നവനാണ് റബ്ബ് എന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇഹിയയുടെ ആദ്യ ഭാഗത്ത് തന്നെ ഖവായിദുൽ ഖായിദിൽ പറഞ്ഞത്. അത് തന്നെയാണ് ഇമാം അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ അൻവാറുൽ ഖുദ്സിയ എന്ന ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത്. അത് തന്നെയാണ് ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും പറഞ്ഞത്. ആകയാൽ എന്റെ നിയന്ത്രണം തന്നെ എനിക്കല്ല, എന്റെ റബ്ബിനാണെന്ന് വിശ്വസിക്കുന്നവനാണ് സുന്നി. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൽ എവിടെ ശിർക്ക് വരാനാണ്? എവിടെ കുഴപ്പം വരാനാണ്? ആ അല്ലാഹു ജല്ല ജലാലുഹു ഖാലിഖു കുല്ലി ശൈ. എന്നാൽ അല്ലാഹു അവന്റെ അടിമകൾക്ക് കൊടുക്കുന്ന അധികാരം, അതിനെ സംബന്ധിച്ച് സംശയിക്കണ്ട. എല്ലാ മുജാഹിദും ജമാഅത്തും തബ്ലീഗും ഒരുപോലെ ബഹുമാനിക്കുന്ന ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ഫതാവയിൽ പറയാണ്, മലക്കുകളെക്കാൾ ബഹുമാനമുണ്ട് മനുഷ്യർക്ക്. ആരാ പറയുന്നത്? ഇബ്നു തൈമിയ. അത് സമർത്ഥിക്കാൻ വേണ്ടി അദ്ദേഹം പറയാണ്, വഖദ് ജാഅ ഫിൽ അസരി, അതേ മുൻഗാമികളായ മഹാന്മാരിൽ നിന്ന് അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന് ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ വന്നിട്ടുണ്ട്. എന്താണ്? യാ അബ്ദി, അല്ലാഹ് പറയാണ്, യാ അബ്ദി, എന്റെ അടിമയായ മനുഷ്യ, അന അഖൂലു ലിശ്ശൈഇ കുൻ ഫയകൂൻ, ഞാനൊരു വസ്തുവിനോട് ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു വസ്തുവിനോട് ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഇല്ലല്ലോ. അപ്പൊ പിന്നെ അതിന്റെ അർത്ഥം എന്താ? ഒരു വസ്തു ഉണ്ടാകണമെന്ന് ഞാൻ ഉദ്ദേശിച്ചാൽ അതിന്റെ അർത്ഥം അന അഖൂലു ലിശ്ശൈഇ കുൻ ഫയകൂൻ, ഞാനൊരു വസ്തുവിനോട് ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ അതുണ്ടാകും. അത്വനി, എന്റെ അടിമയായ മനുഷ്യ, നീ എന്നെ പരിപൂർണമായി അനുസരിച്ച് കീഴ്പ്പെട്ട് ജീവിച്ചോ. അജ്അലുക,
നിന്നെ ഞാനാക്കി തരും. തഖൂലു ലിശൈഇ കുൻ ഫയകൂൻ, നീ ഒരു വസ്തുവിനോട് ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ അതുണ്ടാകും. ആ നിലക്കുള്ള അധികാരം നിനക്ക് ഞാൻ തരുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. യാ അബ്ദി അനൽ ഹയ്യുൽ ലദീ ലാ യമൂത്, ഓ അടിമയായ മനുഷ്യ, ഞാനാണ് ഒരിക്കലും മരണമോ നാശമോ സംഭവിക്കാത്ത ഹയ്യ് ഞാനാണ്. അത്ഇനി, നീ എനിക്ക് വഴിപ്പെട്ടോ, അജ്അലുക, നിന്നെ ഞാനാക്കി തരും ഹയ്യൻ ലാ തമൂത്, ഒരിക്കലും മരിക്കാത്ത ജീവനുള്ളവനാക്കി തരും. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? മരണം സംഭവിക്കൂല എന്നല്ല, മരിച്ചാലും മരിക്കുന്നില്ല. അഥവാ ആത്മാവിന് മരണമില്ല. ആത്മാവ് ഏത് കാലത്തും സ്വതന്ത്രമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ശരീരത്തിന് മാത്രം മരണം സംഭവിക്കുന്നു. അങ്ങനെ ആക്കിത്തരും എന്ന് അല്ലാഹു തആല പറഞ്ഞതായി ഹദീസിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം പറയാണ്, ഫഹാദിഹി ഗായത്തുൻ ലൈസ വറാഅഹാ മർമാ, ഇതൊരു വല്ലാത്ത സ്ഥാനം തന്നെയാണ്. കൈഫലാ, എങ്ങനെ അത് സംഭവിക്കാതിരിക്കും? വഹുവ ബില്ലാഹി യസ്മഉ, അത്തരം മഹാന്മാർ കേൾക്കുന്നത് പടച്ചവൻ മുഖേനയാണല്ലോ. അവർ കണ്ണ് മുഖേനയല്ലല്ലോ, കാത് മുഖേനയല്ലല്ലോ അവരെ കേൾവി. വബിഹി യുബ്സിറു, അവരെ കാഴ്ച കണ്ണ് മുഖേനയല്ലല്ലോ, പടച്ചവൻ മുഖേനയാണല്ലോ. വബിഹി യബ്തിസു, അവരെ പിടുത്തം കൈ മുഖേനയല്ലല്ലോ, പടച്ചവൻ മുഖേനയാണല്ലോ. വബിഹി യംശി, അവരെ നടത്തം അല്ലാഹു മുഖേനയുള്ള നടത്തമാണല്ലോ. ഫലാ യഖൂമു ലിഖുവതിഹി ഖുവ്വാ, അപ്പോഴുണ്ടാകുന്ന കഴിവ്, ആ കഴിവിനോട് കടപിടിക്കുന്ന ഒരു കഴിവുണ്ടാവില്ല. അത്ര വലിയ കഴിവ് മഹാന്മാർക്ക് അല്ലാഹു കൊടുക്കുമെന്ന് എഴുതി വെച്ചത് കാന്തപുരം ഉസ്താദല്ല, ദല്ലിക്കുത്ത് ഉസ്താദല്ല, അതേ എം.എ. ഉസ്താദല്ല, താജുൽ ഉലമയല്ല, പേരോടല്ല, എഴുതി വെച്ചത് ഇബ്നു തൈമിയയാണ്. ആ ഇബ്നു തൈമിയെ തള്ളി പറയാൻ ഒരു മുജാഹിദ് മൗലവിക്ക് കഴിയോ? ജമാഅത്തുകാരന് കഴിയോ? തബ്ലീഗ് ജമാഅത്തുകാരന് കഴിയോ? അദ്ദേഹമാണ് ലോകത്ത് 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെക്കാളും വിവരമുള്ള പണ്ഡിതനെന്നല്ലേ മുജാഹിദ് സെന്ററിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന്റെ ആമുഖം എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചത്. ആ ഇബ്നു തൈമിയാണ് ഔലിയാക്കളുടെ മദ്ഹ് പറയുമ്പോ മലക്കുകളെക്കാൾ കഴിവുണ്ടെന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അതേ അല്ലാഹുവിന്റെ മഹാത്മാക്കൾ, അവർക്ക് അല്ലാഹു തആല അവന്റെ നിയന്ത്രണത്തിന് വിധേയമായി പല നിയന്ത്രണങ്ങളും കൈകാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അതില്ലെന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തെ നിഷേധിക്കലാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ ഇബ്നു തൈമിയുടെ ശിഷ്യനാണ് ഇബ്നു കസീർ. ഇബ്നു തൈമിയുടെ കൂടെ ജയിലിൽ കിടക്കേണ്ടി വന്ന ആളുമാണ് അദ്ദേഹം. കാരണം ഇബ്നു തൈമിയുടെ ചില പിഴച്ച വാദങ്ങളിൽ ഇബ്നു കസീർ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. ആ ഹാഫിദ് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽ ബിദായത്ത് വന്നിഹായ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയില്ലേ, ഉമൈർ ഇബ്നു ഹബീബ് സുലമി എന്ന് പറയുന്ന മഹാൻ പറഞ്ഞതായി. അതേ, ഞാനും ഒരു 8 ആളുകളും അതാ റോമൻ ചക്രവർത്തി യൂറോപ്പുകാരുടെ ഭാഗത്തേക്ക് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലത്ത് യാത്ര ചെയ്തപ്പോ ഭരണാധികാരിയുടെ പട്ടാളം ഞങ്ങളെ പിടിച്ച് അറസ്റ്റ് ചെയ്തു പോയി. ഞങ്ങളോട് ഇസ്ലാം എന്ന് രാജിവെക്കാൻ പറഞ്ഞു. ഞങ്ങളതിന് തയ്യാറാകാതിരുന്നപ്പോൾ എന്റെ കൂടെയുള്ള മുഴുവൻ ആളെയും അവർ കൊന്നുകളഞ്ഞു. എന്നെ സംബന്ധിച്ച് ആരോ ഒരാൾ റെക്കമെൻഡ് ചെയ്തതുകൊണ്ട് എന്നെ കൊല്ലാതെ എന്നെ കൊണ്ടുപോയി ഒരു വലിയ കൊട്ടാരത്തിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് എന്നോട് ഇസ്ലാം എന്ന് രാജിവെച്ചാൽ വലിയ സാമ്പത്തികമായ ഒരുപാട് സംഗതികൾ തരാമെന്ന് പറഞ്ഞു. ഓ മുസ്ലിമീങ്ങളെ, പണം കണ്ടിട്ട് നമ്മളെ ഈമാൻ വിറ്റ് കളയരുതേ. ചില സ്ഥലങ്ങളിലുണ്ട് വലിയൊരു തബ്ലീഗ് ജമാഅത്തുകാരനോ ജമാഅത്ത് ഇസ്ലാമിക്കാരനോ മുജാഹിദോ വലിയ പണക്കാരനായാൽ അവന്റെ പണം വാരി വിതറുമ്പോ ഈമാൻ കളഞ്ഞു കുടിക്കുന്ന, ഈമാൻ വിറ്റ് കളയുന്ന, പണത്തിന് വേണ്ടി ഇസ്ലാം ദീന് വിറ്റ് കളയുന്ന
കഴിയുന്ന ചില അറിവില്ലാത്ത ജനങ്ങളുണ്ടല്ലോ, അവരോർക്കണം ദുനിയാവിലെ ജീവിതം മരിക്കുന്നതോടെ തീരുന്നതാണ്. ഈ പാവപ്പെട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ഇനി ഞാൻ ഇവിടെ ജീവിച്ച് എൻ്റെ ബാപ്പ ജീവിച്ചതുപോലെ ജീവിച്ചാൽ ഒരു 10 കൊല്ലം ജീവിക്കുമോ എന്ന് എനിക്കറിയില്ല. അല്ലാഹു നമുക്കൊക്കെ ദീർഘായുസ് ആഫിയത്തോടെ തഖ്വയോടെ നൽകട്ടെ. ഓ സുഹൃത്തുക്കളെ, അല്ല ഞാൻ ഇന്ന് തന്നെ മരിക്കുമോ എന്നും എനിക്കറിയില്ല. മലേഷ്യയിൽ ഞാനുമായി നല്ല ബന്ധമുള്ള സഫ്വാൻ എന്ന എന്നെക്കാൾ പ്രായം കുരുങ്ങിയ ഒരു വ്യക്തി, സുബ്ഹാനല്ലാഹ്, ഇന്നലെ എനിക്ക് അവിടുന്ന് ആരോ വോയിസ് ഇട്ട് തന്നു, ദുആ ചെയ്യണം, സുഖമില്ല. ഇന്ന് രാവിലെ തന്നെ വോയിസ് വന്നു, അദ്ദേഹം മരിച്ചുപോയി. അതുപോലെ എത്ര ആളുകൾ മരിച്ചുപോയി. അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ. എൻ്റെ ഉമ്മമാരെ, യുവാക്കളെ, കാരണവന്മാരെ, മരണം പിടികൂടുന്നത് എപ്പോഴാണെന്നറിയൂല കേട്ടോ. അതുകൊണ്ട് ആരുടെയും പണത്തിന്റെ പിന്നാലെയോ ആരുടെയെങ്കിലും പ്രലോഭത്തിന്റെയോ പ്രകോപനത്തിന്റെയോ പിന്നാലെയോ നമ്മുടെ ഈമാൻ കളഞ്ഞു കുളിക്കരുതേ. ബഹുമാനപ്പെട്ട അതാ ഉമൈർ ഇബ്നു സുലമി റളിയല്ലാഹു ഹബീബ് ഇബ്നു ഉമൈർ ഇബ്നു സുലമി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ബഹുമാനപ്പെട്ടവരോട് വലിയ പണം കൊടുക്കാന്ന് പറഞ്ഞു, അധികാരം കൊടുക്കാന്ന് പറഞ്ഞു. അതൊന്നും ഞാൻ എൻ്റെ ദീന് വെക്കൂല എന്ന് പറഞ്ഞപ്പോ ഒരു പ്രൈവറ്റ് റൂമിൽ കൊണ്ടുപോയി കേട്ടിട്ട് നല്ല ഭംഗിയുള്ള ഒരു മകളെ, പെൺകുട്ടിയെ കൊണ്ടുപോയിട്ട് റൂമിലിട്ടിട്ട് വാതിലം കടച്ചു. ഇവൾ എല്ലാ നിലക്കും ഹബീബിനു ഉമൈർ സുലമി റളിയല്ലാഹു അൻഹുവിനെ ആകർഷിക്കാൻ വേണ്ടി എല്ലാ നൃത്തവും നാടകവും ഒക്കെ കളിച്ചു നോക്കി, തിരിഞ്ഞു നോക്കിയില്ല. മഹാനവറുകൾ ദിക്റിലും ഔറാദിലും നിസ്കാരത്തിലും. അവസാനം ഇവൾ ചോദിച്ചു, എന്തേ നിങ്ങൾ ഇങ്ങനെ, നിങ്ങളൊരു യുവാവല്ലേ? ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ഞാൻ എൻ്റെ ദീനൊരു പെണ്ണിന് വേണ്ടി വിൽക്കൂല, പണത്തിന് വേണ്ടി വിൽക്കൂല, എൻ്റെ ദീന് കളയൂല. അപ്പൊ ഈ പെണ്ണിന് തോന്നി ഇയാൾ എന്തായാലും മാറൂല, നിങ്ങൾക്ക് നാട്ടിൽ പോകണമെന്നുണ്ടോ ചോദിച്ചു. ആണ്ട് ഞാൻ വാതിൽ തുറന്നേരാ, ഡോറ് തുറന്നു കൊടുത്തു. പറഞ്ഞു, ആ നക്ഷത്രം കണക്കിലെടുത്ത് നേരെ അങ്ങ് പോയിക്കോ, നാട്ടിലെത്തുന്നു. പക്ഷെ രാത്രി പോയാൽ മതി, പകല് പോകണ്ട, പിടിച്ചു പോകും എന്ന് പറഞ്ഞ ആ പെണ്ണിന് ദയ തോന്നി, വിട്ടുകൊടുത്തു. ഉമൈർ ഇബ്നു ഹബീബ് സുലമി റളിയല്ലാഹു അൻഹു അങ്ങനെ 4 ദിവസം യാത്ര ചെയ്തു. ഹാഫിദ് ഇബ്നു കഥീർ എഴുതി വെക്കുന്നത് ഞാൻ പറയുന്നു. 4ാമത്തെ ദിവസം ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുക പകല്. അപ്പോഴുണ്ട് ഒരു കുതിര സംഘം ഇങ്ങനെ പോന്നു. അപ്പൊ മൂപ്പർക്ക് പേടിയായി, എന്നെ പിടിക്കാൻ വരുന്നതായിരിക്കോ എന്ന് പേടിയായി. അത് നോക്കി ഇങ്ങനെ നോക്കുമ്പോ ദൂരെ ഉമൈർ ഉമൈർ എന്ന് വിളിക്കുന്നു. നോക്കുമ്പോ ആരാ? മഹാനവറുകൾ പറയാണ്, എന്റെ കൂടെ കൊല്ലപ്പെട്ടു പോയ 8 ശുഹദാക്കളാണ്. കുതിരപ്പുറത്ത് കയറി പോകുന്നത് എന്റെ കൂടെ കൊല്ലപ്പെട്ടു പോയ ആളുകളാണ്. സമീപത്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളൊക്കെ കൊന്നുപോയിട്ടില്ലേ? അവര് പറഞ്ഞു, അത് ശരിയാണ്, കൊന്നുപോയിട്ടുണ്ട്. പക്ഷേ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഭരണാധികാരി വഫാത്തായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കാൻ പടച്ചവൻ ഞങ്ങൾക്ക് അനുമതി തന്നിട്ട് ഞങ്ങൾ ജനാസയിൽ പങ്കെടുക്കാൻ പോവുകയാണ്. നാവിൽ നീയതൊക്കെ ഉമൈറെ, നിങ്ങളെ കയ്യുങ്ങി നിന്നിങ്ങ് നീട്ടു എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ കയ്യങ്ങ് നീട്ടിക്കൊടുത്തു. ആ കുതിരപ്പുറത്ത് നിന്ന് ഒരാൾ എന്നെ പിടിച്ച് വലിച്ച് അങ്ങനെ തന്നെ കുതിരപ്പുറത്തങ്ങ് കയറ്റി. പിന്നെ സ്പീഡിൽ കുതിര വിട്ടു. ഒരു സ്ഥലത്തെത്തിയപ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടെ ഇറങ്ങിക്കോ, നിങ്ങളെ വീട് ഇതിന്റെ അടുത്താണ്. ഞാൻ അതോടെ വീട്ടിലെത്തിപ്പോയി. ഈ സംഭവം ആര് രേഖപ്പെടുത്തി? ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനായ, എപ്പോഴും നാഴികക്ക് 40 വട്ടം ഇബ്നു കസീറിന്റെ തഫ്സീർ എന്ന് മുജാഹിദീകൾ പറയുന്നത് കേൾക്കാറില്ലേ? ആ ഇബ്നു കസീറിന്റെ അൽ ബിദായത്ത് വന്നിഹായയിൽ ഈ സംഭവം കാണാം.
അപ്പൊ കണ്ടോ നിങ്ങൾ, ശുഹദാക്കൾക്ക്, അമ്പിയാക്കൾക്ക്, മഹാന്മാർക്ക് അവരെ വഫാത്തിന് ശേഷവും അല്ലാഹു തആല പല കഴിവുകളും കൊടുക്കുന്നു. അതൊരു മുസ്ലിമിന് നിഷേധിക്കാൻ കഴിയോ? ബുഖാരിയിലും മുസ്ലിമിനുള്ള ഹദീസല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശ ലോകത്തേക്ക് ഹിജ്റ അവിടുന്ന് ഇസ്രാ മിറാജിന്റെ യാത്ര നടത്തിയിട്ട് മേൽഭാഗത്തെത്തിയപ്പോൾ സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമീം കമാ സറൽ ബദ്റു ഫീ ദാജിം മിനൽ ളുലമീം വബിതാ തർഖായിലാ അന്നിൽ തമൻസിലതൻ. നബി തങ്ങൾ അങ്ങനെ പോയി ഏഴാകാശത്തിലും പോയ സംഭവം ബുഖാരിയിലില്ലേ, മുസ്ലിമിലില്ലേ. എന്നാൽ അല്ലാഹുവിന്റെ റസൂല് ആകാശത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ബൈത്തുൽ മുഖദ്ദസിൽ മസ്ജിദുൽ അഖ്സയിൽ അല്ലാഹുവേ ആ പള്ളി നീ സംരക്ഷിക്കണേ അല്ലാ, അതിന്റെ പരിസരങ്ങളിലുള്ളവരെ നീ സംരക്ഷിക്കണേ അല്ലാ, മർദ്ദിക്കപ്പെടുന്ന ആളുകൾക്ക് നീ സഹായം കൊടുക്കണേ അല്ലാ. ആ മസ്ജിദുൽ അഖ്സയിലെത്തി അവിടുന്ന് നബി തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം ബാങ്കും ഇഖാമത്തും കൊടുത്തു. പിന്നിൽ വന്ന് നിസ്കരിക്കുന്നത് ആരാണ്? ഇമാം മുസ്ലിം റിപ്പോർട്ടിന ഹദീസല്ലേ. എന്താണ്? അതാ അമ്പിയാക്കൾ വന്ന് റസൂലുള്ളാഹിനെ തുടർന്ന് നിസ്കരിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ അമ്പിയാക്കള് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നു. നബിതങ്ങൾ അവരോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ അല്ലാഹ് പറയുന്നു. വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിനാ അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹത്തൻ യുഅബദൂൻ. ആ അംബിയാ മുർസലീങ്ങളുടെ ഇൽമിന്റെ സഹായം തേടാനാണ് അല്ലാഹു കൽപ്പിച്ചതെന്ന് അത്തവസ്സുലു വൽ വസീല എന്ന കിതാബിൽ ഇബ്നു തൈമിയ്യ രേഖപ്പെടുത്തുന്നു. ഇൽമിന്റെ സഹായം റസൂലുള്ളാഹി തേടുന്നു. എന്നിട്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകാശ ലോകത്തേക്ക് ചെന്നപ്പോൾ അവിടെ ഒക്കെ അമ്പിയാക്കളെ കാണുന്നു. ആദം നബി അലൈഹിസ്സലാമിനെ, ഈസാ നബി അലൈഹിസ്സലാമിനെ, യഹ്യാ നബി അലൈഹിസ്സലാമിനെ, യൂസുഫ് അലൈഹിസ്സലാമിനെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ, അങ്ങനെ പലരെയും കാണുന്നു. യൂസുഫ് നബിയുടെ ഭംഗിയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ വിവരിക്കുന്നു. ഇരിക്കട്ടെ, അങ്ങനെ അല്ലാഹു ഉദ്ദേശിച്ച സ്ഥലങ്ങളിൽ മുഴുവനും പോയി തിരിച്ചു വരുമ്പോ ആറാമത്തെ ആകാശത്തിലെത്തുമ്പോ മൂസാ നബി വിടുന്നില്ല. കാരണം മൂസാ നബിയുടെ ഖബറും സിയാറത്ത് ചെയ്തായിരുന്നു ആ യാത്ര നടത്തിയിരുന്നത്. അതും സഹീഹ് മുസ്ലിമിലുണ്ട്. മറർതു ബി മൂസാ ലൈലത ഉസ്രിയ ബി, എന്റെ ഇസ്രായി നടന്ന രാത്രി ഞാൻ മൂസാ നബിന്റെ അടുത്ത് ചെന്നു. അപ്പൊ മൂസാ നബി എന്താ ചെയ്യുന്നത്? ഖബറിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നതാണ് ഞാൻ കണ്ടത്. മരിച്ചാല്, മഹാന്മാര് മരിച്ചാൽ അവര് സുബ്ഹാനല്ലാഹ് ആന ചത്ത പോലെയോ നായ മരിച്ചത് മരണപ്പെട്ടതുപോലെയോ ആണെന്ന് മുജാഹിദിന്റെ മദ്രസയെ പഠിപ്പിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ജീവിച്ചിരിക്കുന്ന ആനയോട് നമ്മൾ അതാ മരം പിടിക്കാൻ പറയൂലേ, ആന ചത്താ പിന്നെ നമ്മൾ പറയോ? അതുപോലെ തന്നെ പോലീസ് നായയെ സഹായത്തിന് വിളിക്കൂലേ, ചത്ത നായനോട് പറയോ എന്ന് അമ്പിയാക്കളെ വിളിച്ച് തേടുന്നതിന് എതിരായി അതാ ചെറിയ മക്കൾക്ക് അത് നായ ചത്തതുപോലെയാണ്, അതുപോലെ ആന ചത്തതുപോലെയാണ് എന്ന് മുജാഹിദിന്റെ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ടേ. മുസ്ലിമീങ്ങളെ, ഈമാൻ കിട്ടാതെ ചത്തുപോകണ്ട. ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ ഖബറും സിയാറത്ത് ചെയ്താണ് നബി തങ്ങൾ യാത്ര പോയത്. ആ മൂസാ നബി ഖബറിൽ വെച്ച് എഴുന്നേറ്റ് നിസ്കരിക്കുകയായിരുന്നു. ആ മൂസാ നബി അലൈഹിസ്സലാം ആറാമത്തെ ആകാശത്തിൽ സ്വീകരിക്കാനുണ്ട്, തിരിച്ചു വരുമ്പോൾ യാത്രക്കാനുമുണ്ട്. ആ മൂസാ നബി ചോദിക്കേട് എന്ത് കിട്ടി അള്ളാന്റെ അടുക്കൽ നിന്ന്? അപ്പോഴാണ് 50 നേരത്തെ നിസ്കാരം കിട്ടിയെന്ന് പറയുന്നത്. പറയുന്നു, നിങ്ങളെ ഉമ്മത്തിനത് കഴിയൂല നബിയെ, ചുരുക്കിത്തരാൻ വേണ്ടി പറയണം. നബിതങ്ങളോടത് പറഞ്ഞപ്പോൾ നബിതങ്ങൾ ആ അപേക്ഷ മാനിക്കുന്നു. തിരിച്ച് അള്ളാഹ് നിശ്ചയിച്ച സ്ഥലത്തേക്ക് പോകുന്നു. അല്ലാഹു 5 നേരത്തെ നിസ്കാരം
നിസ്കാരം ചുരുക്കി കൊടുക്കുന്നു. അങ്ങനെ 9 പ്രാവശ്യം മൂസാ നബി അലൈഹിസ്സലാം ഇടപെട്ട് 50 നേരത്തെ നിസ്കാരം 5 ചുരുക്കിയത് കൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും മുഴുവനും 5 നേരം നിസ്കരിക്കുന്നത്. ആകയാൽ വഫാത്തായി പോയ അമ്പിയാക്കൾ മഹാന്മാര് ഒരു സഹായവും ചെയ്യൂല എന്ന് പറയുന്നവൻ അവൻ 50 നേരത്തെ നിസ്കാരം നടത്തണ്ടേ. ഒരൽപ്പം മൂസാ നബിയോട് നന്ദിയുണ്ടെങ്കിൽ, വഫാത്തായി പോയ അമ്പിയാക്കളോട് ഒരൽപ്പം നന്ദിയുണ്ടെങ്കിൽ ഈ തോന്നിവാസം പറയാൻ പാടുണ്ടോ? വഫാത്തായി പോയ അമ്പിയാക്കൾക്കൊന്നിനും കഴിയൂല. അതാ നായ ചത്തതുപോലെ ആന ചത്തതുപോലെയാണെന്ന് പറയാൻ പറ്റുമോ? ഇനി നിങ്ങളത് ഹദീസ് ബുഖാരിയിലുള്ള ഹദീസാ ഞാൻ പറഞ്ഞത്. ഇനി ഖുർആൻ നോക്കിക്കോ. വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാ തകുൻ ഫീ ബിരിയത്തിൻ മിൻ ലിഖാഇഹി വജഅൽനാഹു ഹുദൻ ലിബനീ ഇസ്രായീൽ. ഓ നബിയേ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നമ്മൾ കിതാബ് കൊടുത്തിട്ടുണ്ട്. ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികളിൽ ഇമാമിയങ്ങളുണ്ട്. അവര് സന്മാർഗത്തിലേക്ക് നയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ് ഫലാ തകുൻ ഫീ മിരിയത്തിൻ മിൻ ലിഖാഇഹി. ആ മൂസാ നബിയെ കണ്ടുമുട്ടിയതിൽ തങ്ങൾക്ക് സംശയം ഉണ്ടാവൂല എന്ന് ഉറപ്പല്ലേ? കാരണം തങ്ങൾ കണ്ടതല്ലേ, അതേ സംസാരിച്ചതല്ലേ. നമ്മൾ പഠിക്കാൻ വേണ്ടി അല്ലാഹ് പറയാണ് നിങ്ങൾ സംശയിക്കണ്ട. മൂസാ നബിയെ കണ്ടുമുട്ടിയതിൽ സംശയിക്കണ്ട. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ മൂസാ നബിയെ അല്ലാഹുവിന്റെ റസൂല് കണ്ടുമുട്ടിയതും സംസാരിച്ചതും ഖുർആൻ തന്നെ പറയുന്നില്ലേ? ഖുർആൻ സ്വീകരിക്കുന്ന മുസ്ലിമേ, ഹദീസ് സ്വീകരിക്കുന്ന മുസ്ലിമേ, ഇമാമിങ്ങൾ പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിൽ വ്യതിചലിച്ച് ഏതെങ്കിലും വിവരമില്ലാത്തവര് പറയുന്ന പുത്തനാശയത്തിലേക്ക് പോയാൽ അല്ലാഹുവിന്റെ കോടതിയിൽ കുടുങ്ങിപ്പോകും കേട്ടോ, ഖബറിൽ കുടുങ്ങിപ്പോകും കേട്ടോ, മരിക്കുന്ന സമയത്ത് ഈമാൻ നഷ്ടപ്പെട്ടു പോകും കേട്ടോ. ഇത് തമാശയല്ല, ഇത് രാഷ്ട്രീയമല്ല, ഇത് ബിസിനസ് അല്ല, ഇത് അല്ലാഹുവിന്റെ ദീനാണ്. അത് ഗൗരവത്തിൽ മനസ്സിലാക്കണം. സദസ്സിലേക്ക് സംഘാടകർ ബക്കറ്റ് കൊടുത്തേക്കും. കാരണം നമുക്ക് സക്കാത്തിന്റെ പൈസ പിരിച്ചിട്ട് ഇതിന്റെ വാടക കൊടുക്കാൻ പറ്റില്ല. മുജാഹിദീങ്ങള് സക്കാത്തിന്റെ പൈസ പിരിച്ചിട്ട് ആ സക്കാത്തിൽ നിന്ന് അവർ ബാങ്കിൽ കൊണ്ടുപോയിട്ട് പലിശയും വാങ്ങാറുണ്ട്. എന്ന് ഞാൻ വെറുതെ പറയല്ലോ കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും മുജാഹിദിന് സംശയം ഉണ്ടെങ്കിൽ കൂട്ടി വന്നാൽ എല്ലാറ്റിനും ഞാൻ തെളിവ് കാണിച്ചു. പലിശയും വാങ്ങാറുണ്ട്, സംഘടനാ പ്രവർത്തനം ഉപയോഗിക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. അവസാനം ഒരു കൊല്ലം തികഞ്ഞ ഒരു കണക്ക് കാരപ്പറമ്പ് മുജാഹിദിന്റെ കമ്മിറ്റി പുറത്തിറക്കി എൻ്റെ അടുത്തുണ്ട്. അതിൽ പറഞ്ഞ അവസാനം ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കഴിച്ച് ബാക്കി എന്നാണ്. കാരണം സാധുക്കൾ തീർന്നു വെച്ച് ബാക്കി. കാരണം അവർക്ക് ദീനില്ല. ദീനില്ലാത്തത് കൊണ്ടല്ലേ 978 അച്ചടിച്ച മദ്രസാ പുസ്തകത്തിൽ നിസ്കാരത്തിന്റെ ഫർദ് 14, 82 അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ നിസ്കാരത്തിന്റെ ഫർദ് 9. ഞാൻ ആ 2 പുസ്തകവും കൈപ്പിടിച്ച് കൊല്ലങ്ങളോളം പ്രസംഗിച്ച് സുബ്ഹാനല്ലാഹ് 87 പുതിയ പുസ്തകം ഇറക്കി. അതിൽ വീണ്ടും നിസ്കാരത്തിന്റെ ഫർദ് 14 ആക്കി. പക്ഷേ നെയ്യത്ത് എണ്ണിയത് സലാം വീട്ടിയതിന്റെ ശേഷം. അപ്പൊ 3 പുസ്തകവും കൈ പിടിച്ചിട്ട് ഞാൻ ചോദിച്ചു, അങ്ങനെയെന്ന് സലാം വീട്ടിയിട്ട് നിയത്തിയ മുഹറന്ന ഫർദ് നിസ്കാരം 4 റക്അത്ത് അല്ലാഹു തആലാക്ക് ഞാൻ നിസ്കരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാ നിയത്തിയാന്ന് ചോദിച്ചു. അപ്പോ അവര് 89 പുതിയ പുസ്തകം ഇറക്കി നിയത്ത് 1ാമത്തേതാക്കി തന്നെ എണ്ണി. ഇതൊക്കെ നമ്മൾ അനുഭവിച്ചതല്ലേ. കാരണം അവർക്ക് വിശ്വാസമില്ല, ദീനിൽ വിശ്വാസമല്ല. വേറൊരു മൗലവി നോമ്പിന്റെ വിധിവിലക്കൽ തന്നെ പുസ്തകം എഴുതി. അതിൽ പറഞ്ഞത് റമദാൻ മാസത്തിൽ നോമ്പിന് സുബഹി ബാങ്ക് വിളിച്ച് പിന്നെ ഇഖാമത്തും കൊടുത്ത്, ഇഖാമത്ത് കൊടുത്തതിന് ശേഷവും കയ്യിലുള്ള പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിനും വെള്ളം കുടിക്കുന്നതിനും ഒരു കുഴപ്പമില്ല, നോമ്പും പാത്തിലാക്കി. എല്ലാം നശിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ്, വിശ്വാസവും കർമ്മവും മുഴുവനും നശിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് വേറെ ലക്ഷ്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, നമ്മളിതൊരു തമാശയാണെന്ന് മനസ്സിലാക്കരുത്. ഇത് ഒരു കോൺഗ്രസും ലീഗും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ ജനതാദളുമൊക്കെ അതുപോലൊരു പാർട്ടിയാണെന്ന് വിചാരിക്കരുത്. അഹ്ലുസുന്നത്തി വൽ ജമാഅ അത് പ്രമാണബദ്ധമാണ്.
തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. മറ്റുള്ളവരെല്ലാം മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുന്നവരാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. അത് വ്യാജ തരീഖത്തുകാരാണോ? അവരും മാറ്റി മാറ്റി പറയും. അവരിങ്ങനെ ചിലപ്പോ പറയും, മുമ്പ് പറഞ്ഞതൊന്നും ഇപ്പൊ കണക്കെടുക്കണ്ട, അതൊക്കെ പണ്ട് പറഞ്ഞതാണ്, ഇത് പിന്നെ പറഞ്ഞതാണ്. ഇങ്ങനെ അള്ളാന്റെ ദീൻ അവരെ ഇഷ്ടത്തിന് മാറ്റിമറിക്കും. ഞാൻ പറയട്ടെ, അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര അധ്വാനിച്ചിട്ടാണ് ഈ ദീൻ പ്രചരിപ്പിച്ചത്. അവിടുത്തെ മുൻപല്ല് പൊട്ടിത്തെറിച്ചു, അവിടുത്തെ തലയിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചു, അവിടുത്തെ കയ്യിന്റെ വിരലിൽ നിന്നും രക്തമിങ്ങനെ ഒലിക്കുമ്പോ വേദനിച്ചുകൊണ്ട് അവിടുന്ന് ചൊല്ലി പറഞ്ഞു, പടച്ചവന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ സംഭവിച്ചതല്ലേ. അവിടുത്തെ പിതൃസഹോദരൻ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ഞ് കുത്തിപ്പൊട്ടിച്ച് കരള് പുറത്തെടുത്ത് ചവച്ചു തുപ്പിക്കളഞ്ഞത് കണ്ട് അവിടുത്തെ കണ്ണിൽ വെള്ളമൊലിച്ചു. അവിടുന്ന് കഅബയുടെ സമീപത്ത് നിൽക്കുമ്പോ വലിയ നീളമുള്ള തുണി കൊണ്ടുവന്നിട്ട് അവിടുത്തെ കഴുത്തിൽ ചുരുട്ടിയിട്ട് രണ്ട് തലയും പിടിച്ച് മുറുക്കിയില്ലേ. ഇതൊക്കെ ബുഖാരിയിലുള്ള ഹദീസല്ലേ. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്തിയിട്ടും നമുക്ക് ഈമാൻ എത്തിച്ചു തരാൻ വേണ്ടി, നമുക്ക് ഇസ്ലാമിന്റെ വെളിച്ചം എത്തിച്ചു തരാൻ വേണ്ടി ധൈര്യപൂർവം എല്ലാവരും ഓരോ ഭാഗത്തേക്ക് പിരിഞ്ഞു പോയ സമയത്ത് പോലും കുതിരപ്പുറത്തുനിന്ന് ചാടി ശത്രുക്കളെ മുന്നിലിറങ്ങിയിട്ട് ഞാൻ നബിയാണത് കളവല്ല, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാണ്, ഞാൻ അങ്ങനെ തിരിച്ചു പോകുന്നവനല്ല, തറവാട്ടുകാരനാണ് എന്ന് പറഞ്ഞവിടുന്ന് പോരാടിയിട്ടൊരൽപ്പം മണ്ണ് വാരിയിട്ട് അതാ ആ ശത്രുക്കളുടെ തലയിലേക്ക് എറിഞ്ഞപ്പോൾ അവര് മുഴുവനും പരാജയപ്പെട്ടു പോയ സംഭവത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ, വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹു റമാ. ഓ നബിയെ, തങ്ങൾ എറിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ എറിഞ്ഞ പടച്ചവൻ അള്ളയാണ്, അള്ളയാണ് എറിഞ്ഞത് എന്നാ അള്ള പറഞ്ഞത്. അതായത് എറിഞ്ഞ പടച്ചവൻ അള്ളയാണ്, എല്ലാം പടക്കുന്നവൻ അല്ലാഹു ആണല്ലോ. അമ്പിയാക്കൾ ഔലിയാക്കൾ വിഷയങ്ങളുമായി അള്ളാന്റെ ഉദ്ദേശപ്രകാരം ബന്ധപ്പെടലാണല്ലോ. അതല്ലേ മുഹീദ്ദീൻ ശൈഖ് തങ്ങളും പറഞ്ഞത്, ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ, എന്നാണ് നിന്നെ പറയുന്നും കേട്ടോവർ. പടച്ചവന്റെ ഓർഡറില്ലാതെ ഞാനൊന്നും ചെയ്യൂല, പടച്ചവൻ കഴിവ് തരാതെ എനിക്കൊന്നിനും സാധ്യമല്ല. അത് തന്നെയല്ലേ ആരാനും ചോദിച്ചാലവരോട് ചൊല്ലുവാർ, അനുവാദം വന്നാൽ പറവൻ ഞാൻ എന്നോവർ. അള്ളാന്റെ അനുമതി ഇല്ലാതെ ഞാനൊന്നും സംസാരിക്കൂല. ഇത് തന്നെയല്ലേ ഖുർആനിലുമുള്ളത്. മഹാനായ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം വലിയ അത്ഭുതങ്ങൾ, വലിയ അറിവുകൾ പ്രകടിപ്പിച്ചതിന് ശേഷം മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞില്ലേ, വമാ ഫഅൽതുഹു അൻ അംരീ, എന്റെ വകയിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഒക്കെ റബ്ബിന്റെ ഓർഡർ പ്രകാരമാണ്. ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ എന്ന് തന്നെയല്ലേ വമാ ഫഅൽതുഹു അൻ അംരീ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാന്റെ ഓർഡർ ഇല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. സുഹൃത്തുക്കളെ, മുസ്ലിമീങ്ങൾ ഈമാനോടെ മരിക്കരുതെന്ന് വലിയ നിർബന്ധമാണ് മൗലവിമാർ. അതുകൊണ്ടല്ലേ നിങ്ങൾ ഈ കാസർഗോഡ് വന്നൊരുത്തം പ്രസംഗിച്ചില്ലേ, പ്രസവിച്ച ഉടനെയുള്ള കുട്ടികളെ ചവിട്ടിൽ ബാങ്ക് കൊടുക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, മുഹീദ്ദീമാല പാടില്ല എന്നല്ല പറഞ്ഞത്, മങ്കൂസ് മൗലിദ് ഓതരുത് എന്നല്ല പറഞ്ഞത്. പിന്നെ പറഞ്ഞതാണ് ബാങ്ക് കൊടുക്കാൻ പാടില്ലേ. ഇത്ര മോശമായ ഒരു സംഗതിയാണോ ബാങ്ക്? സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹ് വലിയവനാണ്
എന്ന ആ മഹത്തായ ആശയം ചെറിയ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് തുളച്ച് കയറട്ടെ, അള്ളാന്റെ പേര് തുളച്ച് കയറട്ടെ. അതിനല്ലേ ഉബൈദില്ലാഹി ഇബ്നു അബീ റാഫി റളിയല്ലാഹു അൻഹു പിതാവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തില്ലേ, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂലിനെ ഞാൻ കണ്ടതാണ്. അബ്ദന ഫീ ഉദ്നിൽ ഹസൻ ഇബ്നു അലി, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ ഫാത്തിമ ബീവിയുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ചെവിട്ടില് ഹീന ബലദതുഹു ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പ്രസവിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ബാങ്ക് കൊടുക്കുന്നത് ഞാൻ കണ്ടതാണ്. ഈ ഹദീസിനെ സംബന്ധിച്ച് ഇമാമിങ്ങൾ പറഞ്ഞില്ലേ, ഹാദാ ഹദീസുൻ ഹസനുൻ സഹീഹ്, ഇത് സഹീഹായ ഹദീസാണ്. ആ റസൂലുള്ള ചെയ്ത് പഠിപ്പിച്ചു എന്ന കാര്യത്തെ ഈ കാസർഗോഡ് വന്നിട്ട് ലോക മുസ്ലിമീങ്ങൾ മുഴുവനും ചെയ്യുന്ന ജനിച്ച കുട്ടിയുടെ ചവിട്ടിൽ ബാങ്ക് കൊടുത്ത് അതെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ കലിമത്ത്, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തൗഹീദിന്റെ കലിമത്ത്, അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ കലിമത്ത് അത് ചെറിയ കുട്ടിയുടെ ചവിട്ടിൽ കൊടുക്കാൻ പാടില്ലെന്ന് വരെ ഈ കാസർഗോഡ് വന്ന് മൗലവിമാര് പ്രസംഗിച്ചില്ലേ. ഏത് പിഞ്ചു കുട്ടികളെ, ഞാനൊരു കാര്യം പറയട്ടെ, ചെറിയ പിഞ്ചു കുട്ടികളെ കൊന്നെടുക്കുന്ന ജൂതന്മാരില്ലേ, പല മുസ്ലിമീങ്ങളെയും അതാ ദാരുണമായി കൊല്ലുന്നവരില്ലേ, അവര് കൊല്ലുന്നത് മുസ്ലിമിനെ ആണ് കേട്ടോ. ആ മുസ്ലിമീങ്ങൾ ഒരുപക്ഷെ ഷഹീദായി നേരെ സ്വർഗത്തിലേക്കാകാം, പക്ഷെ ഇവര് കൊല്ലുന്നത് മുസ്ലിമീങ്ങളെ ഈമാനാണ് കേട്ടോ. മുസ്ലിം മരിക്കുന്ന സമയത്ത് ഈമാനില്ലാതെ ചത്തുപോകാൻ എന്ത് വേണമെന്നതാണ് ഈ കക്ഷികൾ ചിന്തിക്കുന്നത് കേട്ടോ. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേവല സാധാരണ മനുഷ്യനാണെന്ന് ഇവർ എഴുതി വെച്ചത്. എങ്ങനെ റസൂലുള്ള കേവല സാധാരണ മനുഷ്യനാണെന്ന് പറയും? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇന്നീ ലസ്തു മിസ്ലക്കും, ഞാൻ നിശ്ചയം നിങ്ങളെ പോലെയല്ല. വേറൊരു റിപ്പോർട്ട് ബുഖാരിയിൽ കാണാം, ഇന്നീ ലസ്തു കഅഹദിൻ മിൻകും, നിങ്ങളിൽ ഒരാളെ പോലെയും ഞാനല്ല. ഇന്നീ ലസ്തു കഹൈഅതികും, ഞാൻ നിങ്ങളെ രൂപഭാവത്തിലല്ല. ഇങ്ങനെ 3 റിപ്പോർട്ടും ബുഖാരിയിലുണ്ടായിരിക്കെ, ഹദീസിലുണ്ടായിരിക്കെ, അത് തള്ളിയിട്ട് ഇവർ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തില്ലേ. റസൂലുള്ളാഹിന്റെ വഫാത്തിനെ സംബന്ധിച്ച് ജമാഅത്ത് ഇസ്ലാമിക്കാരൻ മുഹമ്മദ് നബി സാധാരണ മനുഷ്യർ ജനിക്കും പോലെ ജനിച്ചു, സാധാരണ മനുഷ്യർ വളരും പോലെ വളർന്നു, 40ാമത്തെ വയസ്സിൽ നുബുവത്ത് ലഭിച്ചു, അവസാനം സാധാരണ മനുഷ്യർ മരിക്കും പോലെ മരിച്ചു എന്ന് എഴുതി വെച്ചില്ലേ? അല്ലയോ മൗലവിമാരെ, സഹീഹുൽ ബുഖാരിയിലില്ലേ, വഫാത്തിന്റെ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപത്ത് വന്ന് അതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നു, ആവശ്യമുള്ള വിഷയങ്ങൾ ചോദിക്കുന്നു, പറയുന്നു. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് സമ്മതം ചോദിക്കുന്നു, എന്നിട്ട് അതാ റഫീഖൽ അഅ്ലാ എന്ന് പറഞ്ഞ് സമ്മതം കൊടുക്കുന്നു, എന്നിട്ട് റൂഹ് പിടിക്കുന്നു. അങ്ങനെയല്ലേ ബുഖാരിയിലുള്ളത്? എന്നിട്ട് സാധാരണ മനുഷ്യന്മാര് മരിക്കും പോലെ മുഹമ്മദ് നബി മരിച്ചു എന്ന് എഴുതാൻ ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് സാധിച്ചത് ഈമാൻ ഇല്ലാത്തത് കൊണ്ടല്ലേ? ഇനിയും ചോദിക്കട്ടെ, പ്രവാചകന്മാർക്ക് മരിക്കാമെങ്കിൽ, അവരുടെ മൃതദേഹങ്ങൾ മണ്ണിൽ മറമാടുകയും ചെയ്യാമെങ്കിൽ, ആ മൃതദേഹങ്ങൾ മണ്ണിൽ ചേരാതെ ഇരിക്കുന്നതിൽ എന്തെങ്കിലും ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല. അതാ വെളിയിലിരുന്ന് ജീർണിച്ച് മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനാണല്ലോ മറമാടപ്പെടുന്നത്. പ്രവാചകന്മാരുടെ ശരീരം മണ്ണിൽ ജീർണിക്കുകയില്ലെങ്കിൽ അത് മറമാടേണ്ട ആവശ്യം എന്താണെന്ന് അതാ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനം ചോദിച്ചില്ലേ? ഇങ്ങനെ മണ്ണിന്റെ ഉള്ളിൽ നിന്ന് ജീർണിച്ച് നശിച്ചു പോയി എന്ന് അമ്പിയാക്കളെ കുറിച്ച് ഇവർ എഴുതി വെച്ചില്ലേ?
മൂസാ നബി ഖബറിൽ എഴുന്നേറ്റ് നിസ്കരിച്ചതോ, മൂസാ നബിയെ കണ്ടുമുട്ടിയതായി ഖുർആൻ പറഞ്ഞതോ? അങ്ങനെയുള്ള ഖുർആനും ഹദീസൊന്നും ഈ മൗലവിമാര് തെളിവിന് സ്വീകരിക്കുന്നില്ലല്ലോ. അമ്പിയാക്കളെ സാരപ്പെടുത്തുക, ഔലിയാക്കളെ സാരപ്പെടുത്തുക എന്നതല്ലാതെ വേറൊരു അജണ്ട കാണുന്നില്ലല്ലോ. ഈമാൻ കിട്ടാതെ മരിക്കാനല്ലേ? മുസ്ലിമിനെ കൊല്ലുന്നതിനേക്കാൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അപകടം അവന്റെ ഇസ്ലാമി ഈമാൻ കൊല്ലുന്നതല്ലേ, ഈമാൻ നശിക്കുന്നതല്ലേ? ഈ ലോകത്തുള്ള ജീവിതം താൽക്കാലികമല്ലേ? അതാ മാഇന്ദക്കും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്, ഇവിടെയുള്ളതൊക്കെ തീർന്നു പോകുന്നതല്ലേ? പടച്ചവന്റെ അടുക്കലുള്ളത് നിലനിൽക്കുന്നതല്ലേ? ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ അമീൻ ഫീ ജന്നാതിൻ വഉയൂൻ യൽബസൂന മിൻ സുന്ദുസിൻ വഇസ്തബ്റഖിൻ മുതഖാബിലീൻ കദാലിക വസബ്ബജ്നാഹും ബിഹൂരിൻ ഈൻ യദ്ന ഫീഹാ ബികുല്ലി ഫാഖിഹത്തിൻ ആമിനീൻ. സ്വർഗത്തിൽ കടക്കുന്ന മുത്തഖീകൾ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന ആനുകൂല്യം എത്രയാണ്? അതിന് ബദാ 1000 കോടി അല്ല കോടി 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 കോടി. എത്ര കൊല്ലം കഴിഞ്ഞാലും തീരാത്ത ലോകം സ്വർഗത്തിൽ സന്തോഷമല്ലേ? ആ സന്തോഷത്തിന് പകരം സുബ്ഹാനല്ലാഹ് നരകാഗ്നിയിൽ കൊണ്ടുപോയി ചാടിച്ചിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഇന്ന യൗമൽ ഫസ്ലി മീഖാതുഹും അജ്മഈൻ യൗമ ലാ യുഗ്നി മൗലൻ അൻ മൗലൻ ശൈഅൻ വലാ ഹും യുൻസറൂൻ. ഒരാളും സഹായിക്കാറുണ്ടാവൂല കേട്ടോ. ഈമാൻ തെറ്റിപ്പോയാൽ ഒരാളും സഹായിക്കാനുണ്ടാകൂല. അല്ലാഹു പറഞ്ഞില്ലേ, ഇന്ന ശജറത്ത സഖൂമി തആമുൽ ലദീം, നരകത്തിൽ കടന്നവന് തിന്നാനുള്ളത് സഖൂമാകുന്ന മരത്തിന്റെ മുള്ളാണ്, ആ മരമാണ്. ഇന്ന ശജറത്ത സഖൂമി തആമുൽ ലദീം കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ, അത് വയറ്റിൽ വെച്ച് അതാ സൈത്തണ്ണയുടെ കീടം പതച്ചൊരുകുന്നത് പോലെ, അത് പതച്ചു പൊങ്ങുന്നത് പോലെ, തിളച്ചു പറയുന്നത് പോലെ, വലിയ തിളക്കുന്ന വെള്ളം തിളക്കുന്നത് പോലെ തിളക്കുകയാണ്. ഈമാനില്ലാതെ മരിച്ചവരെ ആ നരകത്തിന്റെ നടുവിലേക്ക് വലിച്ചെറിയൂ മലക്കുകളെ എന്നുള്ള ഓർഡർ ചെയ്യാണ്. എന്നിട്ട് കടുകടുത്ത ചൂടുള്ള വെള്ളം അവന്റെ തലയിൽ ഒഴിക്കൂ എന്നുള്ള പറയാണ്. അങ്ങനെ നീ വലിയ മാന്യനായി നടന്നവനല്ലടോ, നീ അമ്പിയാക്കളെ നിസ്സാരപ്പെടുത്തിയവനല്ലടോ, ഔലിയാക്കളെ കുറ്റം പറഞ്ഞവനല്ലടോ, ഇമാമിങ്ങൾക്കൊന്നും തിരിയൂല എനിക്കാണ് ഖുർആൻ തിരിയാന്ന് പറഞ്ഞവനല്ലയോ, നീ അല്ലാഹുവിന്റെ റസൂലിനെ നിസ്സാരപ്പെടുത്തിയവനല്ലയോ. അസീസുൽ കരീം, അതാ രുചി നോക്കിക്കടാ, രുചി നോക്കിക്കൊടാ എന്ന് ഈമാനില്ലാതെ മരിച്ചുപോയാൽ അവനെ അല്ലാഹു തആല ശിക്ഷിച്ചു പറയുമെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അതുകൊണ്ടോ മുസ്ലിമേ, പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൽ ഉറച്ചു നിന്നോ. സുന്നത്ത് ജമാഅത്താണ് നമ്മുടെ ആദർശം, അതിൽ ഉറച്ചു നിന്നോ. തെളിവുകളിൽ ഇനിയും ഞാൻ കടക്കുന്നില്ല, എന്തിനധികം പറയണം. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. എല്ലാ മുജാഹിദും ജമാഅത്തും തബ്ലീഗ് ജമാഅത്തും ഒരുപോലെ അംഗീകരിക്കുന്ന ഇബ്നു തൈമിയ്യ അദ്ദേഹം പറഞ്ഞില്ലേ, അന്ന റജുലൻ ജാഅ ഇലാ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുക്കൽ ഒരാൾ വന്നു. ഫസകാ ഇലൈഹിൽ ജദബ, എന്നിട്ട് നാട്ടിലുള്ള ക്ഷാമത്തെ സംബന്ധിച്ച്, വരൾച്ചയെ സംബന്ധിച്ച് നബി തങ്ങളോട് ആവലാതിപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ ഫറആഹു, അദ്ദേഹം റസൂലുള്ളാഹിനെ കണ്ടു. വഹുവ യഅ്മുറു അയ്യതി ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അടുത്ത് ചെല്ലാൻ റസൂലുള്ള പറയാണ്. എന്നിട്ടോ അതാ ഇറങ്ങിയിട്ട് ജനങ്ങളെയും കൂട്ടി മഴയെ തേടാൻ വേണ്ടി അതാ കൽപ്പിക്കുകയാണ്.
പറയുകയാണ്. എന്നിട്ട് ഈ പറഞ്ഞ സംഭവം വിവരിച്ചുകൊണ്ട് ഇബ്നു തൈമിയ പറയുന്നു, അള്ളാന്റെ റസൂലിന്റെ ഖബറിന്റെ അടുത്ത് എന്ന് വേവലാതിപ്പെട്ടാൽ ഇത്തരം സംഭവങ്ങൾ ധാരാളം സംഭവിക്കും. അത് റസൂലുള്ളാഹിക്ക് മാത്രമല്ല, ലിമൻ ഹുവ ദൂനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ താഴെയുള്ള അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ഒക്കെ ചിലപ്പോൾ അവരത്തരം വിഷയങ്ങളിൽ ഇടപെടും. ഇത്തരം ധാരാളം സംഭവങ്ങൾ എനിക്കറിയാം. ഇബ്നു തൈമിയ എന്ന പണ്ഡിതനാ പറയുന്നത്. എന്നിട്ട് അതാ പറയാണ്, ഇതുപോലെ ചിലര് അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു, ഔലി ഗൈരിഹി അല്ലെ വേറെ ഏതെങ്കിലും മഹാന്മാരോട് ചോദിച്ചു, മിൻ ഉമ്മത്തിഹി റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ നിന്ന് ഹാജത്തഹു അവരാവശ്യം ചോദിച്ചു, ഫതുഖ്ലാ ലഹു എന്നിട്ട് അവരാവശ്യം നിർവഹിച്ചു കിട്ടി. ഫൈനഹാദാ ഖദ് വഖഅ കസീറൻ ഇതൊക്കെ ധാരാളം സംഭവിച്ച സംഗതികളാണ് എന്ന് പറഞ്ഞിട്ട് അവസാനം അയാൾ പറയാണ്, എന്നാൽ ഇങ്ങനെ മഹാന്മാരോട് ചോദിച്ചിട്ട് ഖബറിന്ന് സഹായം കിട്ടുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയാണ്, ഇങ്ങനെ മഹാന്മാരോട് ചോദിക്കുന്ന ആളുകള് അവരവരോട് ആ മഹാന്മാരോട് കീർത്തിച്ചങ്ങ് ചോദിക്കുകയാണ്. ചിലപ്പോ 1000 വട്ടമൊക്കെ വിളിച്ചിട്ടല്ലേ ചോദിക്കാറ്. ലിമാഹും ഫീഹി മിനൽ ഹാലി, ആ ചോദിക്കുന്നവർക്ക് ഒരവസ്ഥയുണ്ട്, ലൗലം യുജാബു അവർക്ക് ഖബർ കിടക്കുന്ന മഹാന്മാർ ഉത്തരം ചെയ്തിട്ടില്ലെങ്കിൽ ലത്തറബ ഈമാനുഹും അവരെ ഈമാന് പിടച്ചു പോകും. അവര് വലിയ വിശ്വാസത്തോടെ അല്ലാഹുവിന്റെ അമ്പിയാക്കൾക്കുള്ള മുഅ്ജിസത്ത് കൊടുക്കുന്നുണ്ട്, ഔലിയാക്കൾക്കുള്ള കറാമത്ത് കൊടുക്കുന്നുണ്ട്, അത് മുഖേന ഞങ്ങൾക്ക് സഹായം കിട്ടുമെന്ന നിലക്കാണ് ചോദിക്കുന്നത്. അതവരെ ഈമാനാണ്. അത് ചിലപ്പോ ഈ ഖബറിലുള്ള മഹാൻ കൊടുത്തില്ലെങ്കിൽ അവരെ ഈമാൻ പിടച്ചു പോകും. റസൂലുള്ളാഹിനോട് യാചിക്കാൻ വന്ന റസൂലുള്ള കൊടുക്കാറുണ്ടല്ലോ. കാരണം കൊടുത്തില്ലെങ്കിൽ അവർക്ക് വല്ല വല്ലായ്മയും റസൂലുള്ളാഹിനോട് വന്നാൽ ഈമാൻ തെറ്റിപ്പോകുമല്ലോ. അതുപോലെ ഖബറിലുള്ള സമയത്ത് ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ അവരെ ഈമാൻ തെറ്റിപ്പോകുന്നത് പേടിച്ചിട്ടാണ് അള്ളാന്റെ റസൂല് കൊടുക്കുന്നത്. ഇബ്നു തൈമിയ രേഖപ്പെടുത്തിയില്ല. അപ്പൊ ചോദിച്ചത് കൊണ്ട് ഏതായാലും ഈമാൻ തെറ്റുന്നില്ല എന്നത് ഇബ്നു തൈമിയ തന്നെ ഇഖ്തിലാഉ സിറാത്തിൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിന്റെ 373 പേജിൽ രേഖപ്പെടുത്തിയില്ലേ. അതുകൊണ്ട് പറയട്ടെ, വിവരമുള്ളവർക്കാർക്കും തന്നെ അള്ളാന്റെ റസൂലിനെ വിളിച്ച് തേടുന്നതിനോ അമ്പിയാക്കളെ ഔലിയാക്കളെ തവസ്സുലാക്കുന്നതിനോ അവരെ കൊണ്ട് ബറക്കത്തെടുക്കുന്നതിനോ എതിര് പറയാൻ കഴിയൂല കേട്ടോ. പറഞ്ഞ ഇബ്നു തൈമിയ തന്നെ അവസാനം അത് സമ്മതിക്കേണ്ടി വന്നു. അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കയ്യിൽ യാതൊരു വിധത്തിലുള്ള ശിർക്കുമില്ല, ബിദ്അത്തില്ല. അത് മുഴുവനും ഖുർആനും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ളതാണ്. ഞാൻ പറയട്ടെ, ചിലർക്ക് തോന്നും തബ്ലീഗ് ജമാഅത്തുകാരെ കാണുമ്പോ നീണ്ട താടിയുണ്ടല്ലോ, നീണ്ട തലേക്കെട്ടുണ്ടല്ലോ, നിസ്കരിക്കാൻ പറയല്ലേ എന്ന് തോന്നിപ്പോകും. പെട്ടുപോകണ്ട. തബ്ലീഗ് ജമാഅത്തുകാര് ഭരിക്കുന്ന പള്ളിയുണ്ടല്ലോ, അതേ തലശ്ശേരിയിൽ സ്റ്റേഡിയം പള്ളി, അവിടെ ഖുത്ബ മലയാളത്തിലല്ലേ. ചോദിക്കട്ടെ, അള്ളാന്റെ റസൂലിനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ റസൂലുള്ളാഹിന്റെ നാവ് കൊണ്ട് അവിടുന്ന് പറഞ്ഞതല്ലേ, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതാണോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയത് അതുപോലെ നിസ്കരിക്കണമെന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ. ആ ഹദീസല്ലേ ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹുൽ മുഹദ്ദബിൽ ഖുതുബ അറബിയിൽ തന്നെ ആകണമെന്നതിന് തെളിവുദ്ധരിച്ചുകൊണ്ട് വകാന യഖ്തുബു ബിൽ അറബിയ്യ, അല്ലാഹുവിന്റെ റസൂൽ അറബി ഭാഷയിൽ മാത്രം ഖുതുബോദി, അറബിയിൽ മാത്രമാണ് ജുമഅ നിസ്കരിച്ചത്. അതുകൊണ്ട് റസൂലുള്ളാഹി നിസ്കരിച്ചത് പോലുള്ള ജുമഅ ആകണമെങ്കിൽ അറബിയിൽ മാത്രമുള്ള ഖുതുബ നിർവഹിച്ച് അറബിയിൽ മാത്രമുള്ള ജുമഅ ആകണം. നിസ്കരിച്ച ഭാഷയിലല്ലാതെ അവിടുന്ന് ഖുതുബോദിയിട്ടില്ല, ഖുതുബോദിയ ഭാഷയിലല്ലാതെ നിസ്കരിച്ചിട്ടില്ല. ഖുതുബക്കൊരു ഭാഷ, നിസ്കാരത്തിനൊരു ഭാഷ. വഗനിയുൻ അനിൽ ഖൗലി ഇന്ന ഹാദൽ കിതാബ
على غرار كتاب الشيخ محمد بن عبد الوهاب المعروف بكتاب التوحيد بل أقوى منه ردا وإفعاما وقطعا لجميع الخرافيين. ومن هنا فإن جماعة التبليغ والدعوة معروفة في طول الهند وعرضها وفي بنغلاديش وباكستان بأنها جماعة وهابية تدعو إلى منابذة التقاليد الشركية ومحاربة القبوريين. وإن أشد الناس عداوة لجماعة التبليغ وطائفة البريلوية. എന്താ പറഞ്ഞത്? തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവ് എഴുതിയ ഗ്രന്ഥം അത് ഇബ്നു അബ്ദുൽ വഹാബ് എന്ന മുജാഹിദിന്റെ നേതാവ് എഴുതിയ അതേ ഗ്രന്ഥത്തെക്കാൾ ഖബറിന്റെ അടുക്കൽ പോകുന്നവർക്കെതിരായുള്ള ഗ്രന്ഥമാണ്, ശിർക്കിനെതിരായുള്ള ഗ്രന്ഥമാണ്. അതുകൊണ്ട് പാകിസ്ഥാനിലും ഇന്ത്യയിലും ബംഗ്ലാദേശിലും ഒക്കെ ശരിയായ മുജാഹിദുകളാണ്, വഹാബികളാണ് തബ്ലീഗ് ജമാഅത്ത് എന്നത് അറിയപ്പെട്ട സംഗതിയാണ് എന്ന് അതിന്റെ ഒരാളും കൂടിയായ അബുൽ ഹസൻ അലി നദ്വി എഴുതി വെച്ചതായി നമുക്ക് കാണാം. അപ്പൊ അതൊരു സുന്നിയാണ് എന്ന് വിചാരിച്ചിട്ട് ഒരു മുസ്ലിമും പെട്ടുപോകണ്ട. എന്താ മുജാഹിദ് ആയാലും അതിനെ സംബന്ധിച്ച് ഇതുവരെ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് കേൾക്കളോ, സുന്നികളും അല്ലാത്തവരും നമ്മൾ ഏറ്റവും വലിയ ഒരു വ്യത്യാസം എന്താണ്? അള്ളാന്റെ റസൂലിന് ഒരു പിഴവും പറ്റൂല എന്ന് സുന്നത്ത് ജമാഅത്ത്. പിഴവ് പറ്റൂന്ന് മുജാഹിദ്. പിന്നെ എങ്ങനെ ഈമാൻ കിട്ടി മരിക്കുക? ഞാൻ വെറുതെ പറയാണോ? അൽമനാർ അവരെ മുഖപത്രാണ്, 2010 ജൂലൈയിലെ അൽമനാർ. ഇതിലെന്താ എഴുതി വെച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അല്ലാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. അല്ലാഹു തആല തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ച അവന്റെ റസൂലിനെ അല്ലാഹ് ആക്ഷേപിച്ചു, പിഴവ് പറ്റിയിട്ട് എന്ന് എഴുതി വെച്ചില്ലേ മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാർ. ഓ മുസ്ലിമീങ്ങളെ, ഇനി നിങ്ങൾക്ക് കേൾക്കണോ അല്ലാഹുവിനെ സംബന്ധിച്ച് എന്തൊക്കെ തോന്നിവാസമാണ് എഴുതിയത്? 2007 മുഖപത്രമായ അൽബനാർ മുജാഹിദിന്റെ ഇതിൽ പറയാണ് അള്ളാഹ്ക്ക് 2 കൈയുണ്ട്, എന്നിട്ട് പറയാണ് രണ്ടും വലത്താണ്, ഇടത്ത് കൈയില്ല. സുബ്ഹാനല്ലാഹ്, ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. സുബ്ഹാനല്ലാഹ് എഴുതുകയാണ്, അല്ലാഹു അവന്റെ ഒരു കൈ കൊണ്ട് ഭൂമിയെ മുഴുവനായി പിടിക്കും, അവന്റെ മറ്റേ കൈ കൊണ്ട് ആകാശത്തെ ചുരുട്ടിപ്പിടിക്കുകയും ചെയ്യും. അവന്റെ 2 കൈയും വലതാണ്, അവയിൽ ഇടതില്ല. അങ്ങനെ അള്ളാഹ്ക്ക് 2 കൈയുണ്ട്, അത് രണ്ടും വലത്താണ്, ഇടത്തില്ല. അത് എഴുതി വെച്ച് 2007 മെയ്യിലെ അൽമനാറിലാണ്. എന്നാ 2 കൊല്ലം കഴിഞ്ഞപ്പോ അള്ളാഹ്ക്ക് ഇടത്തെ കൈ ഉണ്ടായി കേട്ടോ. അതാണ് ഇനി വായിക്കാൻ പോകുന്നത്. 2009 ജനുവരിയിലെ അൽമനാർ മുജാഹിദിന്റെ മുഖപത്രം. ഇതിൽ അള്ളാഹിനെ സംബന്ധിച്ച് എഴുതാണ് 24ാമത്തെ പേജിൽ, ഓ മുസ്ലിമീങ്ങളെ, ഞങ്ങൾ ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പറയുമ്പോ മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും തബ്ലീഗ് ജമാഅത്തിനൊക്കെ എതിർക്കുമ്പോ ചിലർക്ക് തോന്നും ഇവരെന്തിനാണ് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്. നിങ്ങളെ ഈ അന്ത്യദിനത്തിൽ അല്ലാഹു ആകാശങ്ങളെ ചുരുട്ടിയെടുക്കും, പിന്നീട് തന്റെ വലത് കൈകൊണ്ട് പിടിച്ച ശേഷം പറയും ഞാനാണ് രാജാവ്, എവിടെ അഹങ്കാരികളും ധിക്കാരികളും, ശേഷം ഭൂമിയെ പിടിക്കും. അപ്പൊ അല്ലാഹു തആലാക്ക് ഈ മാസിക 2 കൊല്ലം കഴിയുമ്പോഴേക്ക് ഇടത്തെ കൈ ഉണ്ടായി, 2007 ഇടത്തെ കൈ ഇല്ല. ഇങ്ങനെ ഒരു പടച്ചവനിലാണോ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത്? മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പടച്ചവനിലാണോ മുസ്ലിമീങ്ങൾ വിശ്വസിക്കേണ്ടത്? ആകയാൽ വിശ്വാസം പൂർണ്ണമായി തകർന്നു പോയി കേട്ടോ. ഇനി നിങ്ങളാരും ഒന്നും എന്നെ കുറ്റം പറയണ്ട. ഇനി ഞാൻ വായിക്കാൻ പോകുന്നത് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് മുജാഹിദീങ്ങൾ ഇറക്കിയൊരു പത്രമാണ്. അതിന്റെ പേരാണ് ഞാൻ നേരത്തെ വായിച്ച അതേ അൽമനാർ തന്നെ. 1952 ജനുവരി 20-ാം തീയതിയാണ് ഇത് ഇറക്കിയത്. സുഹൃത്തുക്കളെ, അതേ 52-ലാണ് നമ്മുടെ മഹാനായ മർഹൂം ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദാ, അഹ്മദ് കോയ സാലിയാത്തി നവ്വറല്ലാഹു മർഖദാ, അതുപോലെ തുടങ്ങിയിട്ടുള്ള 8 പണ്ഡിതന്മാർ പെരിന്തൽമണ്ണയിൽ യോഗം ചേർന്നിട്ട് ഇവരുടെ പുസ്തകങ്ങൾ പരിശോധിച്ചിട്ട് ഇവര് പിഴച്ച പാർട്ടിയാണ്, നിങ്ങളാരും സലാം ചൊല്ലണ്ടേ, മടക്കണ്ടേ
കല്യാണം കഴിപ്പിച്ചു കൊടുക്കണ്ടേ? നിങ്ങളെ മോളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണ്ടേ? നിങ്ങൾ തുടർന്ന് നിസ്കരിക്കണ്ട തുടങ്ങിയ കാര്യങ്ങൾ 52-ലാണ് പണ്ഡിതന്മാർ പരിശോധിച്ചിട്ട് അവരെ പുസ്തകം പരിശോധിച്ച് പറഞ്ഞത്. അതേ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് ഇന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ. അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരള മുസ്ലിം ജമാഅത്തും SYS-ഉം SSF-ഉം അതേ നമ്മുടെ മറ്റ് സംഘടനകൾ സുന്നി ജമിയത്തുൽ മുഅല്ലിമീനും നമ്മുടെ SMA-യും നമ്മുടെ സ്ഥാപനങ്ങളും സംഘടനകളും ഒക്കെ അന്ന് ആലിമീങ്ങൾ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആ 52-ൽ ഇവരെഴുതി വെച്ചത് എന്താണ്? പടച്ചവന് ഇടത്തും വലത്തുമൊക്കെ ഭാഗമുണ്ട് എന്നല്ലേ ഇപ്പോൾ നേരത്തെ അവർ പറഞ്ഞത്, ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. എന്നാൽ ഇതിൽ പറയുന്നത് എന്താണ്? ഇതിൽ പറയുന്നത് ദീനിൽ ഇല്ലാത്തതിനെ ദീനെന്ന നിലയിൽ വിശ്വസിക്കുകയോ ആചരിക്കുകയോ ചെയ്യുന്ന ആൾക്കാണ് മുബ്തദി എന്ന് പറയുന്നത്. അത്തരം വിശ്വാസങ്ങളോ ആചാരങ്ങളോ ദീനിന്റെ മൗലികമായ പ്രമാണങ്ങളിൽപ്പെട്ട വല്ലതും നിഷേധിക്കുന്ന തരത്തിലോ പ്രധാന സിദ്ധാന്തങ്ങളിൽ ഏതെങ്കിലും പുച്ഛിക്കുകയോ അവമതിക്കുകയോ ചെയ്യുന്ന നിലയിലോ ഉള്ളതാണെങ്കിൽ ആ ആൾക്ക് മുബ്തദി, കാഫിർ, അവിശ്വാസിയായ അനാചാരി എന്ന് പറയപ്പെടുന്നു. കാഫിറായ മുബ്തദി എന്ന് പറയുന്നു. ആർക്കാണത് പറയുന്നത്? ഇനി അതിന്റെ ഉദാഹരണം കേട്ടോളൂ. അല്ലാഹുവിന് ജഡം, രൂപം, ഭാഗം, സ്ഥലം മുതലായ വല്ലതും ഉണ്ടെന്ന് വിശ്വസിക്കുക. മുഹമ്മദ് നബിക്ക് ശേഷം വല്ല പ്രവാചകനും ഉണ്ടെന്നോ ഉണ്ടാകുമെന്നോ വിശ്വസിക്കുക. ഇത്തരം വിശ്വാസമുള്ളവരാണ് കാഫിറായ മുബ്തദി എന്ന് 52 ലെവൽ എഴുതി വെച്ചു. പിന്നെയാണ് അവർ വലത്ത് കൈയുണ്ട്, ഇടത്ത് കൈയുണ്ട്, അല്ലെങ്കിൽ വലത്ത് 2 കൈയാണ്, അള്ളാഹ്ക്ക് 2 ഭാഗമുണ്ട്, 2ഉം വലത്താണ് എന്നൊക്കെ എഴുതി വെച്ചത് നേരത്തെ അവരുടെ പണ്ഡിതന്മാര് തന്നെ. അങ്ങനെ വിശ്വസിച്ചാൽ കാഫിറാണെന്ന് പറഞ്ഞു വെച്ചതാണ് കേട്ടോ. അങ്ങനെ ശരിക്കും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ ആവശ്യമായ എല്ലാ വിശ്വാസങ്ങളും, എല്ലാ തോന്നിവാസങ്ങളും, എല്ലാ അനാചാരങ്ങളും അവരുടെ കൈവശത്തിലുണ്ട്. തെളിവില്ലാതെ ഞാനിവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പറയുന്ന പതിവുമില്ല. കൃത്യമായ തെളിവുകൾ നിരത്തിവെച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഒരിക്കലും പെട്ടുപോകണ്ട. ഞാൻ നേരത്തെ മലക്കുകൾ ലോകം നിയന്ത്രിക്കുന്നുവെന്ന് പറഞ്ഞ അൽമനാർ വായിച്ചില്ലേ? അതെ, ആ അൽമനാറിൽ നിങ്ങൾക്ക് കാണാം അല്ലാഹുവിനെ സംബന്ധിച്ച് അവരെഴുതി വെച്ചൊരു വാചകം. അത് ഞാനൊന്ന് നോക്കി വായിക്കട്ടെ. എന്താ എഴുതിയത് എന്നറിയോ? അത് വായിച്ചാൽ ഒരു ചെറുപ്പക്കാരൻ എന്ത് മനസ്സിലാക്കൂന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കി വെച്ചോ. അർശിന്റെ വാഹകർ, അല്ലാഹുവിന്റെ അർശാണ് ഏറ്റവും വലിയ സൃഷ്ടി. ആകാശത്തെ മുഴുവൻ അത് വലയം ചെയ്തിരിക്കുന്നു. ആകാശത്തെ മുഴുവൻ അത് വലയം ചെയ്തിരിക്കുന്നു. വലയം ചെയ്യണമെങ്കിൽ താഴെയും മേലെയും എല്ലാ ഭാഗത്തുണ്ടാവില്ലേ വലയം ചെയ്യാ. അത് വലയം ചെയ്തിരിക്കുന്നു. തീർന്നില്ല. എന്നാൽ ആകാശത്തിന് മീതയുമാണ്. എങ്ങനെ? ഒട്ടാകെ വലയം ചെയ്തിട്ടുണ്ട്, ആകാശത്തിന്റെ മേലെയാണ് അനു. നിങ്ങളൊന്ന് ആലോചിച്ച്, യുക്തിവാദി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാ? ഈ അൽമനാർ വായിച്ചിട്ടല്ലേ യുക്തിവാദി വരുന്നത്? ഏത് ബുദ്ധിക്കാണത് അംഗീകരിക്കാൻ സാധിക്കുക? ഇനിയും കേട്ടോളി അതിന്റെ ശേഷം. അതുകൊണ്ട് കഴിഞ്ഞില്ല. എന്നാൽ ആകാശത്തിന് മീതയുമാണ്, അതിന്മേലാണ് അല്ലാഹു ഉപവിഷ്ടനായിരിക്കുന്നത്. അതായത് ആകാശത്തിന്റെ മേലെ വലിയൊരു അർശ്, അതിന്റെ മുകളിൽ അല്ലാഹു തആല ഇങ്ങനെ കുത്തിരിക്കുകയാണ്, ഉപവിഷ്ടനായി ഇരിക്കുന്നത്. മലക്കുകൾ അത് ചുമന്നിരിക്കുന്നു. എന്നിട്ട് ആ വലിയ പടച്ചവൻ കുത്തിരിക്കുന്ന പീഠമുണ്ടല്ലോ, അത് മലക്കുകൾ ഇങ്ങനെ ചുമന്ന് നടക്കുക. ഇതൊക്കെ എവിടുന്ന് പഠിച്ച വിശ്വാസമാണ്? ഏത് വിശ്വാസമാണ്? അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, അതൊക്കെ വളരെ കൃത്യമായി ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാർ അതിന്റെ വിശദീകരണമൊക്കെ ശരിക്കും വിവരിച്ചിട്ടുണ്ട്.
ആ ഇമാമിങ്ങൾ പറഞ്ഞ വിശദീകരണം തള്ളിയിട്ട് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ഈ കക്ഷികൾ മുഴുവനും ജനങ്ങളെ ഈമാൻ കളയുന്നത്. അതുകൊണ്ട് ആരും അതിൽ പെട്ടുപോകരുതെന്ന് വളരെ താഴ്മയോടെ ഇവിടെ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. എൻ്റെ ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസായി ഖബൂൽ ചെയ്യണേ അല്ലാഹ്.